ഗുഡ് ഈവനിങ്. പി സി ടി എയുടെ ഉണർവിൻ്റെ 14-ാമത്തെ ദിവസമാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉണർവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും വൈകുന്നേരം 7 മണിക്കാണ് ഈ പ്രോഗ്രാം. അതിൻ്റെ 14-ാമത്തെ ക്ലാസ്സാണിത്. അതോടൊപ്പം ഓരോ ഡിസ്ട്രിക്റ്റിലെയും അതുപോലെ കോട്ടയത്തെയും അതുപോലെ തന്നെ മറ്റു ഡിസ്ട്രിക്റ്റിലെ എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ ട്രെയിനേഴ്സ് എല്ലാം ഓരോ സബ് വിഷയങ്ങളുമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ ഇന്ന് കോട്ടയം ജില്ലയുടെ തന്നെ ഒരു ട്രെയിനറാണ് സെറീന മുഹമ്മദ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്, കെമിസ്ട്രി ഓഫ് ഫീലിങ്സ്. നമുക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഫീലിങ്സിൻ്റെ അകത്ത് ഒരു സയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ സയൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആണ്. 2026 77-ാമത്തെ റിപ്പബ്ലിക് ഡേ കൂടിയാണ്. എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം പി സി ടിയുടെ കോട്ടയത്തിൻ്റെ ഉണർവിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കിവിടെ മനോഹർലാൽ സാറുണ്ട്, അതുപോലെ തന്നെ ഷാജി സാർ, അതുപോലെ തന്നെ കോട്ടയത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള വിശിഷ്ട അതിഥികളുണ്ട്. ഇപ്പം എല്ലാവരെയും വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ട്രെയിനർ ശ്രീ സെറീനയും കൂടെ ഞാൻ സ്വാഗതം ചെയ്തു. സെറീന മുഹമ്മദ് ഒരു ട്രെയിനറാണ്, ലൈഫ് കോച്ചാണ്, ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ കെമിസ്ട്രി ഓഫ് ഫീലിംഗ് എന്ന് പറയുന്ന വിഷയവുമായിട്ട് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ സെറീനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സെറീന, യു ആർ വെൽക്കം. നമസ്കാരം, കേൾക്കാമോ? കേൾക്കാം. സൗണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ. നമസ്കാരം. എനിക്ക് കുറെ പരിചിതമായിട്ടുള്ള മുഖങ്ങള് ഇതിലുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം എന്നുള്ള വികാരം എന്നിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സൂം മീറ്റിങ്ങിൽ ഇപ്പോൾ എനിക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ, എല്ലാവരെയും കാണുമ്പോൾ കുറച്ച് പരിചയമില്ലാത്ത ആളുകളും നമ്മൾ നമ്പർ കൊടുത്തിട്ട് കയറിയ ആളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാവരെയും കാണുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഉണ്ടാവുന്ന ഫീലിംഗ് എല്ലാവർക്കും അറിയാലോ. സന്തോഷമുണ്ട്, ചെറിയൊരു ഉത്കണ്ഠയും എന്നുള്ളൊരു വികാരവും നമ്മളിലേക്കുണ്ട്. ഞാനൊരു ചെറിയൊരു അനുഭവം പറഞ്ഞിട്ട് തുടങ്ങാം. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. കുറച്ച് ദിവസം മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടന്നായിരുന്നു. ദയാബായിക്കൊപ്പം ഒരു പ്രഭാതം എന്നായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ പേര്. പ്രൊഫസർ ബാബുരാജ് സാറ്, നമ്മുടെ കേരള ലക്ഷദ്വീപ് വികലാംഗ കമ്മീഷണറാണ് ബാബുരാജ് സാറ്. ബാബുരാജ് സാറ് ഇൻവൈറ്റ് ചെയ്തത് ഫലമായിട്ട് നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ദയാബായിക്കൊപ്പം ഒരു പ്രഭാതം. അപ്പം എൻ്റെ ഉള്ളിൽ അത് കേട്ടപ്പോഴേ തോന്നിയത് എന്താന്ന് വെച്ചാൽ, ദയാബായിയെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒത്തിരി തവണ കേട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ആ മഹത് വ്യക്തിയെ ഒന്ന് കണ്ടിരിക്കാം എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അത് പോകാനൊരു വല്ലാത്തൊരു സന്തോഷം എന്നുള്ള ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയത് കൊണ്ടാണ്, ഒരു ഉത്കണ്ഠ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെന്നത്, ജിജ്ഞാസ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് MG യൂണിവേഴ്സിറ്റിയിൽ പോയി ഇറങ്ങി നടന്നു. ബിഹേവിയറൽ സയൻസിന്റെ മുന്നിൽ പോയി അവിടുത്തെ ചാരുബെഞ്ചിൽ ഇരുന്ന് എനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന്. അപ്പൊ അവർ വരും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു കേട്ടോ ഞാൻ ചെന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ വരുന്നില്ല എന്ന്. അപ്പൊ തന്നെ എനിക്ക് ഉള്ളിലൊരു വല്ലാത്തൊരു സങ്കടം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് പെട്ടെന്ന് വന്നു. ഓ, ഞാനിത് ഒരു ദിവസം എനിക്ക് അവധി കിട്ടിയപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത്, വരണ്ടായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു നിഷേധ വികാരം പോലെ എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ഞാൻ ഓർത്തു, വേണ്ട, അത്തരം ചിന്തകളൊന്നും വേണ്ട. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എനിക്ക് ദയാബായി ഒന്ന് കാണണം. അതിന് മുൻതൂക്കം നൽകിക്കൊണ്ട് എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന വികാരങ്ങളെ ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യുക, ഞാൻ വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരില്ലാത്തതിൻ്റെ വിഷമം ഞാൻ അവിടെ വിട്ടു കഴിഞ്ഞ് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന IUCDയുടെ ഒരു കോർഡിനേറ്ററെ വിളിച്ചു. മാഡം എത്തുന്നുണ്ട്. അപ്പൊ മാഡം ഉണ്ടല്ലോ, ഒരു സന്തോഷമായി. അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് തലപൊക്കാൻ വന്ന പലവിധ വികാരങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ദയാബായിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഹോളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയെ കണ്ടു, ഒറ്റ കുട്ടിയെ കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു, ഇത് എല്ലാവരും എനിക്ക് പരിചയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മുൻ സീറ്റിൽ തന്നെ ദയാബായി കാണാൻ വേണ്ടിയിട്ട് മുൻ സീറ്റിൽ ഇരുന്നാൽ ശരിക്കും കാണാമല്ലോ, തലയൊന്ന് എത്തിപ്പിടിച്ച് നോക്കണ്ടല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു.
അപ്പൊ ഈ ദയാഭായിയെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുക. UN ജനറൽ സെക്രട്ടറി പോലും എഴുന്നേറ്റ് നിന്ന് കൈതൊഴുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് ദയാഭായി എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കണ്ടക്ടർ ദയാമ്മയെ സ്റ്റോപ്പ് അല്ലാത്ത ഒരിടത്ത് ഇറക്കി വിട്ട ഒരു സംഭവമൊക്കെ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദയാമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഉണ്ടായിരുന്ന നിഷേധ വികാരങ്ങളെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോയി. ദയാഭായി 10:30 എത്തി. ആ അമ്മയുടെ അനുഭവങ്ങൾ ഓരോന്നും കേട്ടിരിക്കുമ്പോൾ ഉള്ളില് ഒരു വല്ലാത്തൊരു അതിശയം എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ ഒരു വികാരം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. അമ്മ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഗാന്ധിജിയോട് തോന്നിയ ഒരു പ്രണയമായിരുന്നു എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചത്. 3 വയസ്സിൽ തോന്നിയ ഒരു പ്രണയമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ദയാമ്മയുടെ ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോഴത്തേക്കും ദയാമ്മ എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്. ഈ ദൈവം എന്ന് പറയണത് വലിയ പുള്ളിയാണ് കേട്ടോ എന്ന്. ദൈവം എന്ന് പറയണത് വലിയ പുള്ളിയാണെന്ന്. കാരണം അമ്മയുടെ ഡെഡായി കിടക്കണ കേസുകളെല്ലാം തന്നെ പെട്ടെന്ന് പരിഹരിച്ച് കിട്ടുമ്പോൾ അമ്മ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം എന്ന് പറയണത് വലിയൊരു പുള്ളിയാണെന്ന്. ആ ഒരു വികാരം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം, ദൈവിക ചിന്ത എന്ന് പറയുന്നത്, ആ അമ്മയിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്ന ആ വികാരം, അതിനെപ്പറ്റി ഞാനിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി എല്ലാ അമ്മയുടെ വാക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഈ വാക്കുകളുടെ അവസാനം ഞാൻ പറയാൻ വന്നത്, അമ്മ ഒരു ഏകാംഗ നാടകം അഭിനയിച്ചു. ഏകാംഗ നാടകം വളരെ തന്മയത്വത്തോടു കൂടി, എന്ന് വെച്ചാൽ കാഴ്ചക്കാരില് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന, അവരിൽ പലവിധ വികാരങ്ങൾ ജനിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അമ്മ ആ ഓരോ രംഗങ്ങളും അഭിനയിച്ചത്. ഓരോ രംഗങ്ങളും വേദിയിലേക്ക് അഭിനയിച്ചത്. അമ്മയുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആള് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉള്ളിൽ തോന്നിയ ഒരു ബോധമുണ്ട്. നമ്മുടെ അഹംബോധത്തിന്റെ എല്ലാ കാര്യങ്ങളും തകർന്നടിയുന്ന ഒരു നിമിഷമാണ് അമ്മയുടെ ആ ഒരു നാടകം കാണുമ്പോൾ. അത്ര ദയനീയമായിട്ടാണ് അമ്മ ഓരോ രംഗങ്ങളും ചിത്രീകരിക്കുന്നത്. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് ആ നിലത്ത് കിടന്ന് അമ്മ ഉരുളുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത്, ആ ചെളി പിടിച്ച ആ നിലത്ത് കിടന്ന് അമ്മ ഉരുളുമ്പോൾ എത്ര വലിയ ഉയരങ്ങളിലിരിക്കുന്ന, എത്രയോ വലിയ വിദേശ യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ക്ലാസ് എടുക്കുന്ന അമ്മയില് അഹംബോധം എന്നുള്ള വികാരം ഒരു സ്വല്പം പോലും ഇല്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിലും ആ വികാരം അവിടെ തകർന്നടിയുന്നത് പോലെ തോന്നും. അങ്ങനെ ഇങ്ങനെ ആ അമ്മയുടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉള്ളില് വല്ലാത്ത ഒരു സങ്കടം വന്നു. എന്ന് വെച്ചാല് ആദ്യം അത് നെഞ്ചിലായിരുന്നു ആ ഒരു തിക്കുമുട്ടല്. നെഞ്ചിൽ നിന്ന് ആ ഒരു തിക്കുമുട്ടല് കേറി സങ്കടം കേറി എൻ്റെ തൊണ്ടയിലെത്തി. വല്ലാത്ത ബോളുകളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ഉരുളുന്നത് പോലെ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ സങ്കടം എന്നുള്ള ആ ഒരു വികാരം അത് കണ്ണീരായിട്ട് പുറത്തേക്ക് വരാൻ ചമ്മൽ എന്ന വികാരം കാരണം സാധിക്കാതെ വന്നതുകൊണ്ടാണ് ആ ബോളുകൾ കിടന്ന് തൊണ്ടയിൽ കിടന്ന് ഇങ്ങനെ ഗദ്ഗതപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ആരും കാണാതെ എൻ്റെ മുഖത്തേക്ക് ടവലൊന്ന് മറച്ചു പിടിച്ചിട്ട് ഞാൻ പതുക്കെ ആ കണ്ണീരെന്ന ആ ഒരു നമ്മുടെ സങ്കടം എന്നുള്ള വികാരത്തെ പുറത്തേക്ക് കണ്ണീരായിട്ട് എക്സ്പ്രസ് ചെയ്തു, പുറത്തേക്ക് ആവിഷ്കരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ആളുകൾ കാണുമല്ലോ എന്നോർത്ത് ഞാൻ എന്ത് ചെയ്തു, ചമ്മല് കാരണം പതുക്കെ, അതും ഒരു ഫീലിംഗ് ആണ്, ആ ഒരു ചമ്മൽ എന്നുള്ള ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരു ചീറ്റല് കേട്ടു. ഞാൻ എന്നാ ഇത് നോക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു. പതുക്കെ ഞാനൊന്ന് ഇടംകണ്ണിട്ട് നോക്കിയപ്പോഴത്തേക്കും അടുത്തിരിക്കുന്നയാള് അയാളുടെ സങ്കടം എന്ന വികാരത്തെ അങ്ങോട്ട് വല്ലാതെ സ്വതന്ത്ര ആവിഷ്കാരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാനും ഓക്കെ ആയി. എന്റെ ഇട്ട പൗഡറൊന്നും ഞാൻ ചിന്തിച്ചില്ല. അതെല്ലാം ഒലിച്ചു പോയാലും വേണ്ടില്ല, അമ്മയുടെ ഈ അഭിനയം കണ്ടു നിൽക്കാൻ വയ്യ. അത് കാഴ്ചക്കാരില് വല്ലാത്ത ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീനാണ് എന്ന് മനസ്സിലായി. എൻഡോസൾഫാൻ ദുരിത ബാധിതര് നമ്മുടെയും കൂടെ ഒരു പ്രശ്നമാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു അഭിനയമാണ് അമ്മ അവിടെ കാഴ്ചവെച്ചത്. അപ്പോ നാണക്കേടെല്ലാം മാറ്റി ഞാനും കരഞ്ഞു. അമ്മയുടെ നാടകം കഴിഞ്ഞപ്പോ അമ്മയുടെ സഹായിയായിട്ട് നിന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഈ വേദിയില് അമ്മ നാടകം അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോ കരയാത്തവരായിട്ടാരുമില്ല എന്ന്. കാരണം സങ്കടം എന്ന വികാരം അത് കരഞ്ഞു തന്നെ ചിലപ്പോൾ നമുക്ക് തീർക്കേണ്ടി വരും. അതൊരിക്കലും അടക്കി വെക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് ആ ഒരു വേദിയില് ആ തിയേറ്റർ ആർട്ടിസ്റ്റിന്റെ വാക്കുകൾ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ബാബുരാജ് സാറ് പറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സങ്കടം എന്ന വികാരത്തെ നിർലോഭം പുറത്തുവിടാൻ നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഒരു വിജയമാണ്.
അപ്പൊ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത്, അപ്പം അമ്മ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ നിങ്ങളുടെ ഈ സങ്കടം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ട നിങ്ങളുടെ ഈ വികാരം എന്നില് ഒരു ആത്മവിശ്വാസം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് തന്നതെന്ന്, സംതൃപ്തി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് തന്നത്. അമ്മയ്ക്ക് കിട്ടിയ ഫീലിംഗ്, നമ്മളുടെ കണ്ണുനീരെന്ന ആ ഒരു ഫീലിങ്ങിലൂടെ, വികാര പ്രകടനത്തിലൂടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്തെന്ന് വെച്ചാൽ ആത്മവിശ്വാസമാണ്. എൻ്റെ പാതയില് ഒരു തരി സഹായമെങ്കിലും നൽകാൻ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും ഒരു പിന്തുണ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു സംതൃപ്തിയാണ് ദയാമ്മയ്ക്ക് ആ സമയത്ത് തോന്നിയത്. അപ്പോൾ ഈ വികാര പ്രകടനങ്ങൾ ചില സമയത്ത് ഉപകാരമാണ്. മറ്റുള്ളവരിൽ അതൊരു ആശ്വാസവും ആത്മവിശ്വാസവും ജനിപ്പിക്കാൻ, സംതൃപ്തിയും ജനിപ്പിക്കാൻ വികാര പ്രകടനത്തിന് സാധിക്കും, അല്ലെ? അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരം വികാരങ്ങളുടെ ഒരു രസതന്ത്രം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എത്ര വികാരങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് ആദ്യം തോന്നിയ വിഷമം എന്നുള്ള വികാരം, അതിനെ ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ എനിക്ക് കരയാൻ തോന്നിയ എൻ്റെ സങ്കടത്തിന്റെ വികാരം തിക്കുമുട്ടലായിട്ട് അതിങ്ങനെ പ്രകടിപ്പിച്ചത്, അത് പ്രകടിപ്പിക്കാനുള്ള എൻ്റെ ചമ്മൽ എന്നുള്ള ഫീലിംഗ്, അത് പ്രകടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രകടിപ്പിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് ദയാമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ കമ്മീഷണറുടെയും വാക്കുകള്, ഇതൊക്കെ. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? പലതരം വികാരങ്ങളുടെ ഒരു രസതന്ത്രം തന്നെയാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ പ്രവൃത്തിയും, ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും നമ്മളിങ്ങനെ നിരീക്ഷണ വിധേയമാക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഒരു കെമിക്കൽ റിലേഷൻഷിപ്പ്, വികാരങ്ങളുടെ ഒരു കെമിക്കൽ റിലേഷൻഷിപ്പ്, ഒരു രസതന്ത്ര ബന്ധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ രസതന്ത്ര ബന്ധത്തെ ഇറഗുലർ ആയി പോയാൽ അത് മൊത്തം പരീക്ഷണം തരിപ്പണമായി പോകും. അതിനെ റെഗുലാരിറ്റിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം സക്സസ് ആകും. ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാനിത് പറയുമ്പം തന്നെ പലരുടെയും മനസ്സിൽ പല സംഭവങ്ങളും കടന്നു പോയിട്ടുണ്ടാകാം. ഏതൊക്കെ വികാരങ്ങളായിരുന്നു എന്നിൽ വന്നതെന്നൊരു അവലോകനം ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലൂടെ വന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് വികാരം എന്ന് പറഞ്ഞാല്, ഇപ്പൊ അതിനൊരു പേരില്ല, അല്ലെ? ഏതൊരു കാര്യം എടുത്തു വെച്ച് നോക്കിയാലും വികാരത്തെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ഇന്നതാണ് വികാരം, ഇന്നതാണ് വികാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാർവത്രികമായിട്ട് കുറച്ച് വികാരങ്ങളുണ്ട്. അപ്പൊ ജൂഡിത്ത് റൈറ്റ് പറയുന്നത്, വികാര എന്ന് പറയുന്നത് ഒരു വിശ്വഭാഷയാണ്. ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ ആരാണെന്നുള്ള ആധികാരിക വെളിപ്പെടുത്തലുകളാണ് വികാരം എന്നാണ് ജൂഡിത്ത് റൈറ്റ് പറയുന്നത്. വികാരങ്ങൾ ഒരു വിശ്വഭാഷയാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്നുള്ള ആധികാരിക വെളിപ്പെടുത്തലുകളാണ് വികാരം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓസ്കാർ വൈൽഡ് പറയണത്, വികാരങ്ങളുടെ കരുണയിൽ ജീവിക്കാൻ ഞാനില്ല, അതിനെ ഉപയോഗപ്പെടുത്തി ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ് ഓസ്കാർ വൈൽഡ് പറയുന്നത്. പലതരം പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ 1970 പോൾ എക്മാൻ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞന് ആ സാർവത്രിക വികാരങ്ങളെ പറ്റി നമ്മൾക്കൊരു വിവരണം നൽകിയിട്ടുണ്ട്. പോൾ എക്മാൻ 1970 സാർവത്രിക വികാരങ്ങളെ പറ്റി, അതായത് സാർവത്രിക വികാരങ്ങൾ അഥവാ യൂണിവേഴ്സൽ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം, സങ്കടം, വെറുപ്പ്, ഭയം, ആശ്ചര്യം, ദേഷ്യം, ഇവയാണ്. സന്തോഷം, സങ്കടം, വെറുപ്പ്, ഭയം, ആശ്ചര്യം, ദേഷ്യം, ഇവയാണ് നമ്മുടെ സാർവത്രിക ഫീലിംഗ് എന്ന് പറയുന്നത്. ഈ 6 വികാര വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ 6 വികാരങ്ങൾ കൂടി ചേർന്നിട്ടാണ് മനുഷ്യനിൽ പലവിധ വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഏതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്ന്, റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും കൂടി ചേർന്നിട്ടാണ് സെക്കൻഡറി കളറുകളും ടെറിഷറി കളറുകളും ഉണ്ടാകുന്നത്. ദ്വിതീയ വർണ്ണങ്ങളും തൃതീയ വർണ്ണങ്ങളും ഉണ്ടാകുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഈ ഒരു കളർ പ്രിസം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ ഫീലിങ്ങുകൾ കൂടി ചേർന്നിട്ട് അതിനെ ഒന്ന് നോക്കി കാണുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. എന്ന് വെച്ചാൽ സന്തോഷവും വിശ്വാസവും ചേർന്ന് രൂപപ്പെടുന്ന ഒരു സംയോജിത വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. സന്തോഷവും വിശ്വാസവും കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഒരു സംയോജിത വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. വെറുപ്പുണ്ടെങ്കിൽ അവിടെ സ്നേഹമില്ല, വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ സ്നേഹമില്ല. ഇത് രണ്ടും ചേരുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ ഇതേപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രൈമറി കളർ ചേർന്ന് ദ്വിതീയ വർണ്ണങ്ങളും തൃതീയ വർണ്ണങ്ങളും ഉണ്ടാകുന്നത് പോലെ ഈ യൂണിവേഴ്സൽ ഫീലിങ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ഈ വർണ്ണപ്രപഞ്ചം, വികാരങ്ങളുടെ ഒരു കെമിസ്ട്രി തന്നെ രൂപപ്പെടുന്നത് എന്നാണ് ആര് പറഞ്ഞത്? പോൾ എക്മാൻ പറഞ്ഞത്.
ഈ ലോകത്തെ ഇത്ര മനോഹരമാക്കുന്നത് വികാരങ്ങളാണ്. കാരണം ഓരോ മനുഷ്യനും യുണീക്കാണ്. യുണീക്ക് ആയതുകൊണ്ട് തന്നെ അവനിലുണ്ടാകുന്ന വികാര പ്രകടനങ്ങളും യുണീക്ക് ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ലോകത്തെ ഒരു സംഭവബഹുലമാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ വീൽ ഓഫ് ഫീലിങ്സ്, ഇമോഷൻസ്, വികാരങ്ങളുടെ ചക്രം എന്നും പറഞ്ഞുകൊണ്ട് റോബർട്ട് പ്ലൂച്ചിക്ക് അദ്ദേഹത്തിന്റെ ഒരു തിയറി അവതരിപ്പിച്ചിട്ടുണ്ട്, വീൽ ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ വികാരങ്ങളുടെ പഠനത്തിൽ ഏറ്റവും അധികം കൃത്യത കൈവരുന്നത് 2017 കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് മനഃശാസ്ത്ര വിദഗ്ധർ നടത്തിയ പഠനങ്ങളാണ്. അലൻ കോവനും അതോടൊപ്പം തന്നെ ഡാച്ചർ കെൽട്ട്നറും ചേർന്ന് നടത്തിയ പഠനങ്ങളിൽ 27 തരം വികാരങ്ങൾ മനുഷ്യനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 27 തരം വികാരങ്ങൾ. ഈ വികാരങ്ങളുടെ ഒരു സങ്കലനമാണ് അല്ലെങ്കിൽ സംയോജനമാണ് മനുഷ്യ ജീവിതം എന്നാ പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരിക്കൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്, മനുഷ്യന്റെ 27 തരം വികാരങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ നമുക്ക് വികാരത്തെ പറ്റി, എങ്ങനെയാണ് വികാരങ്ങളെ കുറിച്ചുള്ള പഠനം, എന്താണ് വികാരം എന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ റിയൽ ലൈഫിൽ വികാര പ്രകടനങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. റിയൽ ലൈഫിൽ വികാര പ്രകടനങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് തോന്നും എനിക്കൊരു മൂഡില്ല എന്ന് തോന്നും. ചിലർ പറയും പല വാക്ക്, നീ ഭയങ്കര സെൻസിറ്റീവ് ആണ് കേട്ടോ, ഞാൻ വളരെ നെർവസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലർ എനിക്കൊന്നും ഒരു മൂഡില്ല. ഇതൊക്കെ വികാര പ്രകടനങ്ങളുടെ ചില വിക്ഷോഭങ്ങളാണ് എന്ന് വണക്കും പറയേണ്ട വരും. എനിക്കൊന്നൊരു മൂഡില്ല. ചില കുട്ടികൾ പറയുന്നതൊക്കെ, ഇപ്പൊ ന്യൂജൻ കുട്ടികളാണെങ്കിൽ പറയും, എടാ എൻ്റെ ലൈഫ് 3G അടിച്ച് പണ്ടാറടങ്ങി കിടക്കുവെന്ന് ചിലർ പറഞ്ഞു കേൾക്കാം. അതെന്തുകൊണ്ടാ? അവര് ആ വികാരങ്ങളുടെ ഒരു വേലിയിറക്കങ്ങളിൽ കിടന്ന് നീ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തള്ളലും ഉന്തലുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഇമോഷൻസ്, ഫീലിംഗ്, മൂഡ്. ഒരു മിനിറ്റ് സാറേ. ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ് സാറേ. ഞാൻ ഈ കോൾ ഡിനെ ഒന്ന് കൊടുക്കട്ടെ. തടസ്സമായോ? ഹലോ ഇല്ല ഇല്ല, ഹലോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഓക്കെ. അപ്പം ഇമോഷൻസ്, ഫീലിംഗ്, മൂഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന, നമ്മുടെ ജീവിതത്തിന് നിറവും നിലാവും പ്രത്യാശ, പ്രതീക്ഷ ഇതൊക്കെ നൽകുന്ന ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊക്കെ ഒരു വികാര ജീവികളല്ലേ? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എങ്കിൽ മനുഷ്യനൊരു വികാര ജീവിയുമാണ് അല്ലെ? KP ഉമറിന്റെ മറ്റേ ഈ റീൽസുകളിലൊക്കെ സ്കിറ്റൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒരുപാട് എടുത്തിട്ട് അലക്കിയ ഒരു ഡയലോഗ് ഉണ്ട്. KP ഉമർ പറയണത് ഒരു സിനിമയില്, ശാരദെ ഞാനൊരു വികാര ജീവിയാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനൊരു വികാര ജീവി തന്നെയാണ്. ശക്തമായിട്ടുള്ള പലവിധ വികാരങ്ങൾ ഉള്ളിലുള്ള വല്ലാത്തൊരു അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം മനുഷ്യന് മാത്രമേ വികാരമുള്ളൂ. മൃഗങ്ങൾക്ക് വികാരം ഉണ്ടോ, അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. പക്ഷെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ് സവിശേഷമായ വികാരങ്ങൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിജീവനത്തിന് മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഈ വികാരങ്ങൾ ഒരു ചില്ലറക്കാരനല്ല. നമ്മുടെ ജയപരാജയങ്ങളും വിജയങ്ങളും എല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ വികാര പ്രകടനങ്ങളാണ്. ഒരു വികാരഭാവവും ഇല്ലാതെ ഒരേ പാറ്റേണിൽ ജീവിക്കുന്ന ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ഒരേപോലെ അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ചിരി ഉണ്ടാവൂല, ഒരു ദേഷ്യം ഉണ്ടാവൂല, ഒരു ഭാവഭേദമില്ലാതെ നിർവികാരത പോലെ ഇങ്ങനെ ഇരിക്കും. ശരിക്കും അവരുടെയൊക്കെ കൂടുതൽ സഹവസിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവാർഡ് സിനിമകളേക്കാൾ ദയനീയമായിരിക്കും നമ്മുടെ ജീവിതവും. കാരണം നമ്മൾ എത്ര സാക്ഷരരാണ്, വൈകാരിക സാക്ഷരരാണെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം ഒന്ന് അനങ്ങി കിട്ടണമെങ്കിൽ വല്ലാത്ത പാടാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വികാര വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും. നമുക്കത് എന്താ വികാര വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാല്, വൈകാരികതയുടെ വേലിയേറ്റത്തിൽ നമ്മൾ സ്വയം നഷ്ടപ്പെടുന്ന ഒത്തിരി നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓർക്കാപ്പുറത്തുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക തരം മനോവികാരങ്ങൾ, മനോനില നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ ഒറ്റച്ചാട്ടത്തിന് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ, ഒരുപാട് ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന മനോവിക്ഷോഭത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു വേള നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഒരു വേള അവരൊന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ലോകത്ത് കിട്ടുന്ന സപ്പോർട്ട് എത്ര മാത്രമായിരുന്നു, എത്ര പിന്തുണ അവർക്ക് കിട്ടുമായിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ എന്ന് പുറത്ത് നിൽക്കുന്ന നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് അവരുടെ പെട്ടെന്നുള്ള ആത്മഹത്യകൾ കേൾക്കുമ്പോൾ.
അപ്പൊ ഇങ്ങനെ വികാര വിക്ഷോഭണത്തിന്റെ ആ വേലിയേറ്റ തിരമാലകളിൽ നമ്മൾ പെട്ടിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങൾ, അതിനെ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പറയാൻ കാണും. പക്ഷെ അതൊരു സംഭവം തന്നെയാണത്. അപ്പൊ ഇത്തരം വികാര വിസ്ഫോടനങ്ങളും വേലിയേറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേക്ക്, ചിരിക്കേണ്ടടുത്ത് ചിരിക്കാൻ നമുക്ക് മറന്നുപോകും. എന്നിട്ട് പിന്നീട് ആ വേലിയേറ്റത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കും, ചിരിക്കാൻ പറ്റില്ല, പുറകോട്ട് വരും. പിന്നീട് അതൊന്ന് ഇറങ്ങി കഴിയുമ്പോൾ, കെട്ടിറങ്ങി കഴിയുമ്പോഴാണ് ചെയ്തത് എന്താന്ന്, കുടിച്ച സമയത്ത് ചെയ്തത് എന്തെന്ന് ആലോചിക്കുന്നതെന്ന് പറയാറില്ല. എന്ന് പറഞ്ഞതുപോലെ ആ വേലിയിറക്കം ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് പോയി ആലോചിക്കും, വേണ്ടിയിരുന്നില്ല, ഒന്ന് ചിരിക്കായിരുന്നു, ഇനി അദ്ദേഹം എന്ത് വിചാരിച്ചിട്ടുണ്ടാവും. ഈ ചിന്തയായിരിക്കും പിന്നീട് നമ്മളെ അലട്ടുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിന്, അതായത് ഉറച്ച് പറയേണ്ടടുത്ത്, നമ്മളൊന്ന് വ്യക്തമായിട്ട് പറയേണ്ടടുത്ത് മൗനമായിട്ടിരിക്കും. മൗനി ബാബയെ പോലെ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലെന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഇരിപ്പ്. നോ റെസ്പോൺസ്, അങ്ങനെ കുറച്ച് പറയേണ്ടടുത്ത് മൗനമായിട്ടിരിക്കും. എന്നിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊരു എങ്കിലും പറഞ്ഞു വെക്കും. മറ്റൊന്ന്, കണ്ടില്ലെന്ന് വിചാരിക്കേണ്ടടുത്ത് ചിലർ പൊട്ടിത്തെറിക്കും. അതങ്ങോട്ട് വിട്ടാ മതിയായിരുന്നു. പക്ഷെ ഒന്നുമില്ല, എടുത്തു ചാടുക. ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ചിലർ വല്ലാതെ പൊട്ടിത്തെറിക്കണ കാണുമ്പോൾ ഓർക്കും, അദ്ദേഹത്തിന് ആ ഒരു പ്രവൃത്തിയിൽ അത്തരം പൊട്ടിത്തെറി ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യമില്ലായിരുന്നു. അയാളെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണെന്ന് തോന്നിപ്പോകാറുണ്ട് ചില ആളുകളെ കാണുമ്പോൾ. എന്തിനാണ് അവർ ഇത്രയധികം പിടയ്ക്കുന്നതെന്ന് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ സന്തോഷത്തിന് പകരം നമുക്കൊരു നിർവികാരത തോന്നും. സന്തോഷം കാണിക്കേണ്ടതിന് പകരം നിർവികാരത, നിസ്സംഗമായിട്ടുള്ള മനോഭാവം. ഒരാൾ, അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ, എനിക്കത് കിട്ടി കേട്ടോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടി, ഞാനത് കണ്ടു എന്ന് പറയുമ്പോൾ, ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ഒന്നും അല്ലാതാക്കുന്ന ഒരു നിർവികാര മനോഭാവവും ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ചില സമയങ്ങളിൽ നമ്മളിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ആത്മവിശ്വാസി, വികാര വേലിയേറ്റങ്ങളുടെ പ്രത്യേകതയാണ് തിരമാലകളിൽ പെട്ടുപോയ ഇതായിരിക്കും ഓരോരുത്തരുടെ അവസ്ഥകൾ ഉണ്ടാവുന്നത്. ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ട അടുത്ത് ചിലപ്പോൾ നമ്മൾ പതറിപ്പോയിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാതെ ധരിച്ചിരുന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സമചിത്തത കാണിക്കേണ്ട അടുത്ത് വെപ്രാളം കാണിച്ചിട്ട് വല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കും. എന്നുവെച്ചാൽ സൗമനസ്യത്തോടുകൂടി സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട സാധനം വെപ്രാളം കാണിച്ച് വല്ലാതെ കാള പറ്റുന്ന കേട്ട് കയറെടുത്ത് ഓടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ, ഇതായിരുന്നു സത്യാവസ്ഥ എന്ന്. അതുകൊണ്ട് സമചിത്തത പാലിക്കേണ്ടടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന വലിയൊരു കാര്യമാണ്. സമചിത്തതയ്ക്ക് പകരം കാള പെറ്റൂന്ന് കേട്ടാൽ കയറെടുത്ത് ഓടുവാണ്. പിന്നെ ഉണ്ടാകുന്ന ഗുലുമാലുകളൊന്നും പറയണ്ട. അത് ചിലപ്പോൾ പല നഷ്ടങ്ങളും ഈ ലോകത്തിന്, അല്ലെങ്കിൽ പല വീടുകൾക്കും സംഭവിച്ചെന്നിരിക്കും. അപ്പൊ സമചിത്തതയ്ക്ക് പകരം വെപ്രാളം കാണിക്കുന്ന ആ ഒരു തിരമാല, ഒരു പ്രക്ഷോഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിന് പകരം വെറുപ്പ് കാണിക്കും. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ജീവിത പങ്കാളി നമ്മളോട് സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ അതിനെ അതിൻ്റെതായ രൂപത്തിൽ എടുക്കാതെ വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം അവിടെ ഒരു അടി ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാകാത്തെ എന്ന രൂപത്തിൽ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെയാണ് വികാര വേലിയിറക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. വേലിയിറക്കം ഉണ്ടാകുമ്പോൾ റീതിങ്ക് ചെയ്യും. പക്ഷെ വേലിയേറ്റത്തിന്റെ സമയത്ത് നമുക്ക് യാതൊരു വിവരവും ഉണ്ടാവില്ല. ഒരു ചിന്ത നമ്മുടെ കെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരു കെട്ട അവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഈ വികാര വിക്ഷോഭങ്ങൾ ഒരു പക്ഷെ ഇതിങ്ങനെ ആകാം, വല്ലപ്പോഴും ഒക്കെ ആകാം. പക്ഷെ ഇതൊരു നോവൽ പോലെ, ഒരു തുടർക്കഥ പോലെ അങ്ങ് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ, ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ തകർച്ചകൾ സംഭവിക്കാൻ കാരണമാകും. പിന്നെ ആ തകർച്ചയിൽ ഇവരറിഞ്ഞോണ്ടോ അല്ലെങ്കിൽ ഒന്നും വരുത്തുന്നതല്ല, ഇവരുടെ നിരക്ഷരത കൊണ്ടുണ്ടാവുന്നതാണ്, വൈകാരിക നിരക്ഷരത കൊണ്ടുണ്ടായി പോകുന്നതാണ്. പിന്നീട് ആ തകർച്ചയിൽ നിരാശ വരും, ഒരു പ്രതീക്ഷയില്ലായ്മ വരും, ഒരു പ്രത്യാശയില്ലായ്മ വരും. അങ്ങനെ അവരെ ഡിപ്രഷൻ മൂഡിലോട്ട് നയിക്കാൻ, ചിലപ്പോൾ അത് ആരോഗ്യസ്ഥിതിയെ തന്നെ ബാധിച്ച് അവര് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടുന്ന അവസ്ഥകളിൽ പോലും അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ആദ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ വികാരങ്ങൾ എങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ, നമ്മളുമായി സഹവസിക്കുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാനും ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയൽ ഹീറോ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ വികാരങ്ങൾ തിരിച്ചറിയുകയും നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ വികാരങ്ങൾ വായിച്ചെടുക്കാനുള്ള കഴിവും ഉണ്ടാകുമ്പോൾ നമ്മളൊരു റിയൽ ഹീറോ ആയും. വലിയ ജനപ്രിയരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അവര് സാഹചര്യത്തിനനുസരിച്ച് വികാരങ്ങൾ പ്രകടിപ്പിക്കും. ചിരിക്കേണ്ട
ചെയ്യേണ്ടടുത്ത് അവർ ചിരിക്കും, ഹഗ് ചെയ്യേണ്ടടുത്ത് അവർ ഹഗ് ചെയ്യും. അവർ ദേഷ്യമോ അല്ലെങ്കിൽ അവർക്കൊരു സങ്കടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ ആർക്കും ഒരു പ്രശ്നവും തോന്നാത്ത വിധത്തിലായിരിക്കും അവരത് പ്രകടിപ്പിക്കുന്നത്. ആർക്കും ഒരു പ്രശ്നം അവർ പെടുമ്പോൾ നമുക്ക് തോന്നത്തില്ല. അവർ ആ രൂപത്തിലായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. അവരുടെ സങ്കടവും അവർ അങ്ങനെ തന്നെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ, ഈ ജനപ്രിയരായിട്ടുള്ള ആളുകളുടെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, വികാരങ്ങളുടെ കടിഞ്ഞാണ് അവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടാവും. നമ്മുടെ കടിഞ്ഞാണിനെ കൊണ്ട് വികാരത്തിന് കൊടുക്കൂല. കാരണം അത് നമ്മളെ എങ്ങോട്ടെങ്കിലും വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് വികാരങ്ങളുടെ കടിഞ്ഞാൺ സ്വയം ഏറ്റെടുത്തവരായിരിക്കും മിക്ക ജനപ്രിയരായിട്ടുള്ള ആളുകളും. പിന്നെ വേറൊരു കാര്യം, വികാരങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതാണോ? വികാരങ്ങളിൽ പോസിറ്റീവ് വികാരം അല്ലെങ്കിൽ നെഗറ്റീവ് വികാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വികാരം തന്നെ അത് പോസിറ്റീവും ആകാം, അതേപോലെ തന്നെ നെഗറ്റീവും ആകാം. എന്ന് വെച്ചാൽ വികാരങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണുമ്പോൾ ഒരു വികാരം നമുക്ക് ഉപകാരമാണോ അതോ അത് വേണ്ടാത്തതാണോ, ദൂഷ്യഫലം സൃഷ്ടിക്കുന്നതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഹാപ്പിനെസ് അഥവാ ആനന്ദം. ആനന്ദം എന്ന് പറയുന്ന ഒരു വികാരം ഒരാളെ കൂടുതൽ പ്രവർത്തികൾ ചെയ്യാൻ ഊർജ്ജസ്വലനാക്കുന്നുണ്ട് എങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് വാക്കാണ്. അത് ഉപയോഗപ്രദമായ വികാരമാണ്. പക്ഷെ ഒരു ആനന്ദം ഒരാളെ അലസനും കുഴിമടിയനുമാക്കി തീർക്കുന്നുണ്ട് എങ്കിൽ പരമാനന്ദം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ആ ആനന്ദം എന്നുള്ള വികാരം ഉപയോഗപ്രദമല്ല, അത് സമൂഹത്തിനും ദൂഷ്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു വികാരം, അത് നമ്മൾ ഉത്കണ്ഠ, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് ഒരു നിഷേധ വികാരം പോലെയാണ് മിക്കപ്പോഴും കാണുന്നത്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാന് ആ ഉത്കണ്ഠ ഒരാളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്ന ആ നെഗറ്റീവ് എന്നുള്ള ഒരു സൈഡിലോട്ട് പറ്റി നിൽക്കുന്ന ആ വികാരം നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ വികാരങ്ങളെ വിലയിരുത്തേണ്ടത്. പിന്നെ വികാരം എന്ന് പറയുന്നത് അതുകൊണ്ടൊരു മോശപ്പെട്ട കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. വികാരം ഒരു മോശപ്പെട്ട കാര്യമല്ല. എന്നുവെച്ചാൽ വികാരമല്ല വേണ്ടത്, വിവേകമാണ് വേണ്ടത് എന്നൊക്കെയാണ് മിക്കയിടത്തും പറയുന്നത്. പക്ഷെ നമുക്ക് ശക്തമായ പ്രതികരണം ആവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് വികാര പ്രകടനം വളരെ യൂസ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ്. ഒരു ഉദാഹരണം പറയട്ടെ. പേടി എന്ന് പറയുന്ന ഒരു വികാരം. ഒരു നായ കടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ഇത് നോക്കും. അല്ലാതെ നായയുടെ കണ്ണിലേക്ക് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് അതിനെ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പലർക്കും ധൈര്യം ഉണ്ടാവില്ല. ആ ധൈര്യമൊക്കെ പഠിച്ചെടുക്കുമ്പോൾ നായ വന്ന് കടിച്ചിട്ട് പോകും. അതുകൊണ്ട് നായനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒന്നിൽ ഓടി മാറുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിഞ്ഞു കയറി നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കൂടെ വരുന്ന പിള്ളേർ നായനെ കാണുമ്പോൾ പേടിച്ചോടുന്നവർ രക്ഷപ്പെടും, അവിടെ അനങ്ങാതെ നിൽക്കുന്നവർ കടി കൊണ്ട ഒരു ചരിത്രമൊക്കെ നമ്മുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ടു തരത്തില്. അപ്പം വികാരങ്ങള് നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളിൽ രക്ഷപ്പെടുന്നതിന് ഈ വികാരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചില വികാരങ്ങളോട് നമുക്ക് അടുപ്പം കാണിക്കണമോ അതോ അകലം കാണിക്കണമോ? ഒരു വസ്തു കാണുമ്പോൾ അതിനോട് അടുക്കണോ അതോ അകലണോ എന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ വികാരങ്ങളാണ്. അതായത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വിശന്നിരിക്കുമ്പോൾ നമുക്ക് ആഹാരം കിട്ടുവാണെങ്കിൽ സന്തോഷം ഉണ്ടാവും, വല്ലാത്തൊരു വികാരമായിരിക്കും അത്. ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പേടി എന്നുള്ളൊരു വികാരം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. പേടി എന്നുള്ള വികാരം അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇതിന്റെയൊക്കെ ഫിസിയോളജിക്കൽ സൈഡ് ഉണ്ട്, അത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ആ ഒരു വികാരം നമ്മളെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു ചീഞ്ഞ ഭക്ഷണം കാണുമ്പോൾ, ഒരു വളിച്ച ഭക്ഷണം കാണുമ്പോൾ, ഫെർമെന്റേഷൻ സംഭവിച്ച ഒരു ഭക്ഷണം കാണുമ്പോൾ നമുക്കൊരു വെറുപ്പാ തോന്നുന്നേ. ആ വെറുപ്പില്ലെങ്കിൽ അതെടുത്ത് നമ്മൾ കഴിക്കും, നമുക്ക് അസുഖം വരും. റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയണ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു അറപ്പാ തോന്നുന്നേ. നമ്മൾ നേരെ കയറി അതിനകത്തോടെ ആ അറപ്പെന്നുള്ള വികാരമില്ല, നമ്മൾ നേരെ അതിനകത്തോട്ട് ചവിട്ടി നടക്കും. അത് നമുക്ക് സാധിക്കൂല. അപ്പൊ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ വിശദീകരിച്ച ഈ സന്തോഷം, ഭക്ഷണം കാണുമ്പോഴുള്ള സന്തോഷം, പാമ്പിനെ കാണുമ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന പേടി, ചീഞ്ഞ ഭക്ഷണം കാണുമ്പോൾ നമ്മൾക്ക് അറപ്പുണ്ടാകുന്നു, ആ വികാരം ഉണ്ടാകുമ്പോൾ നമ്മളത് കഴിക്കാതിരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ജീവനെ നിലനിർത്തുവാൻ അനിവാര്യമായിട്ടുള്ള വികാരങ്ങളാണ്. ഇപ്പൊ പലതരം വികാരങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഈ വികാരങ്ങളുടെ രൂപശാസ്ത്രം നമുക്ക് എല്ലാവർക്കും തന്നെ മിക്കവർക്കും അറിയാം അല്ലെ. ബ്രെയിനിലാണ്, ബ്രെയിനുമായി ബന്ധപ്പെട്ട അതിന്റെ അനാട്ടമിക്കൽ ഫിസിയോളജിക്കൽ സൈഡിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വികാരങ്ങൾ രൂപം കൊള്ളുന്നത് ബ്രെയിനിലാണ്. ബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലിംബിക് സിസ്റ്റം ആണ് അതിന്റെ പാർട്ട്. ലിംബിക് സിസ്റ്റത്തിൽ തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡല, ഇവയൊക്കെയാണ് വികാരങ്ങളുമായിട്ടുണ്ടാകുന്ന ആ ഒരു ഹോർമോണുകളെയൊക്കെ നിയന്ത്രിക്കുന്ന, അതിന്റെ പ്രവർത്തനങ്ങൾ നേരാവണ്ണം ആക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ തലച്ചോറിന്റെ ഈ ഒരു ലിംബിക് സിസ്റ്റം ആണ് അല്ലെ. അപ്പം
വികാരങ്ങൾ പുരളാത്ത നമ്മുടെ ഓർമ്മകളുണ്ട്, ശുദ്ധമായ ഓർമ്മകൾ. അവ ഹിപ്പോ ക്യാമ്പസിലാണ് കൂടുതലായിട്ട് സൂക്ഷിക്കുന്നത്, ഹിപ്പോ ക്യാമ്പസ്. അതുപോലെ തന്നെ വൈകാരിക സംഭവങ്ങളും വസ്തുതകളെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ അടങ്ങിയ ആ ഒരു വികാരത്തിന്റെ ആ ഒരു ഓർമ്മ, വികാരങ്ങൾ പറ്റിപ്പിടിച്ച അല്ലെങ്കിൽ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഓർമ്മകളെ സൂക്ഷിക്കുന്നത് അമിഗ്ഡലെ എന്ന ഭാഗത്താണ്. അത് ആങ്സൈറ്റി പോലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അമിഗ്ഡലയാണ്, അമിഗ്ഡലയുടെ പ്രവർത്തനങ്ങളുടെ ആധിക്യമാണ് ഇത്രയും കാരണങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന്. അപ്പം ഈ വികാരങ്ങൾ പുരണ്ട ഈ ഓർമ്മകളെ സൂക്ഷിക്കാനും നമ്മുടെ നർവ്സ് സെൽസ് ഒക്കെ കൂടുതലായിട്ട് അമിഗ്ഡല എന്നുള്ള ഭാഗത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത സ്റ്റക്കായിരിക്കും. എന്ന് വെച്ചാൽ ആ നിമിഷം ഞാൻ ഇട്ട ഡ്രസ്സ് ഏതാ, എൻ്റെ ഭാവം ഏതാ, എൻ്റെ ചുറ്റും ആരാ നിന്നേ, ആ സമയത്ത് മഴയായിരുന്നോ വെയിലായിരുന്നോ, ആരൊക്കെയാണുള്ളത്, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ആ സമയത്ത് ഓർമ്മ വെക്കും. അപ്പൊ ഇതാണ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നെർവ്സ് ആൻഡ് സെൽസിന് നമ്മുടെ ബ്രെയിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് ഈ നല്ല സന്തോഷമുള്ള വികാരങ്ങളെ, സന്തോഷമുള്ള ഓർമ്മകളെ ഓർത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങളുടെ ഒരു വിഷമം പിടിച്ച അവസ്ഥ ഓർമ്മിക്കാൻ പറഞ്ഞാൽ 1 അല്ല 10,000 ഓർമ്മകളായിരിക്കും നമ്മുടെ പിന്നാലെ വരുന്നത്. കാരണം അതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓർത്ത് വെക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വികാരങ്ങൾ വിക്ഷോഭത്തിലേക്കും വിസ്ഫോടനത്തിലേക്കും പോകുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾ ഓർക്കാതെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഒന്നും ഓർക്കാതെ, നമ്മൾ കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളെ മാത്രം ഓർക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വികാര വിസ്ഫോടനത്തിലേക്കും ആ തിരമാലകളിൽ പെട്ട് ഇങ്ങനെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ വികാരോൽപാദനത്തിൽ അമിഗ്ഡലയ്ക്കുള്ള പങ്ക് 1930 റീസസ് കുരങ്ങുകളിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ്. അമിഗ്ഡല ഉള്ള ഒരു സമയത്ത് ആ കുരങ്ങിനെ തൊട്ട് തലോടാനും അതുപോലെ തന്നെ അതിനെ പരിചരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അമിഗ്ഡല എടുത്തു കളഞ്ഞിട്ട് അതിനെ ഒന്ന് പരിശീലിപ്പിക്കാൻ നോക്കിയപ്പോൾ അതൊരു വികാരവും ഇല്ലാതെ കൂമ്പി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതാണ് വികാരങ്ങളുടെ ഒരു ഫിസിയോളജിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അനാട്ടമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പാർട്ട് വളരെ ചെറുതായിട്ട് നമ്മളൊന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ അമിഗ്ഡല ദ്രവിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പം പറ്റുന്നുണ്ടാവില്ല. അവർക്ക് ആരുടെയും വികാരങ്ങളൊട്ടും മനസ്സിലാക്കാനോ അവർക്കൊരു വികാരം ഇത് ഞാൻ ഇന്നതാണ് പ്രകടിപ്പിക്കണമെന്ന് മനസ്സിലാക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം അങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയും മനസ്സിന്റെ കണ്ണാടി മുഖമെന്ന് പറയാറുണ്ട് അല്ലെ. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത്? വികാരങ്ങൾ പ്രകടമാകുന്നത് പ്രധാനമായിട്ടും 4 മണ്ഡലങ്ങളിലാണ്. ഒന്ന് മാനസികാവസ്ഥയിൽ വികാരം പ്രകടമാകും, മറ്റൊന്ന് ചിന്തകളിൽ വികാരം പ്രകടമാകും, മറ്റൊന്ന് വികാരം പ്രകടമാകുന്ന ശരീരഭാഷയിലാണ്, മറ്റൊന്ന് നമ്മുടെ പെരുമാറ്റത്തിലാണ്. അപ്പം വികാരങ്ങൾ പ്രകടമാകുന്നത് മാനസികാവസ്ഥയിൽ ചിന്ത, ദേഷ്യം, സന്തോഷം ഇതൊക്കെ വരാം. അതുപോലെ ചിന്തകളിലാണെങ്കിലും ഇതേപോലെ പലതരം ചിന്തകൾ വരാം. ശരീരത്തിൽ നമ്മളത് പല രൂപത്തിൽ അത് പ്രകടിപ്പിക്കാൻ നോക്കും. തളർന്നു പോകുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ശക്തി കാണിക്കും. അതുപോലെ തന്നെ പെരുമാറ്റത്തിലും ഒക്കെ ഈ ഒരു അതിപ്രസരമോ അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മയോ ഒക്കെ കാണാറുണ്ട്. ഈ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും അധികം ഒരാളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കും, ഉള്ളു തുറന്നു നോക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഒരാളുടെ വികാരം മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് മുഖഭാവങ്ങളിലേക്കാണ്. നമ്മുടെ ഒരാളുടെ മുഖം കണ്ടാൽ ചോദിക്കും, എന്താണ് ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്? ഭയങ്കര സന്തോഷമാണല്ലോ, ഭയങ്കര ചിരിയാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വായ കൊണ്ട് ഒരാളോട് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അത് പ്രകടമാകുന്നത് മുഖഭാവങ്ങളിലാണ് അല്ലെ. മുഖഭാവങ്ങളിലാണ് കൂടുതൽ പ്രകടമാകുന്നത്. ഇപ്പൊ തിലകന്റെ ഒരു കഥാപാത്രമുണ്ട്. സേതുമാധവനോട് ആദ്യം പറയും കത്തി താഴെ ഇടറ, പിന്നെ പറയും കത്തി താഴെ ഇടറ, പിന്നെ അയാളുടെ വികാരം മൊത്തം അയാൾ മുഖത്തേക്ക് കൊണ്ടുവന്നിട്ടും പ്രകടനത്തിലോട്ടും ശരീരത്തിലോട്ടും എല്ലാം കൊണ്ടുവരികയാണ്. എടാ നിന്റെ അച്ഛനാടാ പറയണ കത്തി താഴെ ഇടറാന്നൊരു പറച്ചിലുണ്ട്. ആ പറച്ചിൽ നമ്മൾ പോലും അങ്ങോട്ട് വല്ലാതായിട്ട് ഫീലടിച്ച് സിനിമയാണെന്ന് ഓർക്കില്ല നമ്മള്. അപ്പൊ അതാണ് വികാര പ്രകടനം പെരുമാറ്റത്തിലും ശരീരഭാഗത്തേക്കും കൊണ്ടുവരുന്നത് മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മറ്റൊരു സംഭവമാണ്. നമ്മളുടെ വികാര പ്രകടനങ്ങൾ, ഉദ്ദേശങ്ങൾ, ഉള്ളിരുപ്പുകളൊക്കെ നമ്മൾ ഏറ്റവും അധികം പ്രകടമാകുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ എന്തെങ്കിലും ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അയാളുടെ മുഖം വല്ലാതെ ചുവന്നു തുടക്കുന്നുണ്ട് എങ്കിൽ അയാൾ പൊട്ടിത്തെറിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് തൽക്കാലം തടി തപ്പുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് വിചാരിച്ചിട്ട് പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാറുണ്ട്. കാരണം അയാൾ ദേഷ്യപ്പെടാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന്
പണ്ടൊക്കെ ഇങ്ങനെ അമ്മമാരൊക്കെ കുട്ടികളോട് പറയുന്ന കേൾക്കാം, ആളുകളുടെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പറയുകയോ വികൃതി തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അമ്മ കർട്ടന്റെ മറവിൽ നിന്നിട്ടോ വാതിലിന്റെ മറവിൽ നിന്നിട്ടോ കൊച്ചിന്റെ നേരെ കണ്ണുരുട്ടും അതുപോലെ തന്നെ പിച്ചും അല്ലെങ്കിൽ നുള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ ആക്ഷൻ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, വാച്യേതര ഭാഷയാണ് അവർ യൂസ് ചെയ്യുന്നത്. അന്നത്തെ കുട്ടികൾ എന്ത് ചെയ്യും, പാവങ്ങളായതുകൊണ്ട് അത് കേട്ട് അനങ്ങാതിരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് നിഷ്കളങ്കരായതുകൊണ്ട് അവർക്ക് ഉള്ളിലൊന്നും വെക്കാൻ സാധിക്കില്ല. അവരെന്ത് ചെയ്യും, എന്താണ് ചോദിക്കുന്നതെന്ന് അവർ നമ്മളോട് പെട്ടെന്ന് ചോദിച്ചെന്ന് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്. അതുപോലെ തന്നെ ഈ മുഖഭാവം വായിച്ചെടുക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. ഒരാളുടെ മുഖഭാവം വായിച്ചെടുക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. അതായത് വിജയകരമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുഖഭാവത്തെ പിഴവ് കൂടാതെ വായിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. അവരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. പറയേണ്ടത് മാത്രമാണ് ഇപ്പൊ പറയാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ തൽക്കാലം പിന്നോട്ട് വലിഞ്ഞിട്ട് ആവശ്യമുള്ളപ്പം മാത്രം അത് പറയാം. അവരുടെ മുഖഭാവത്തെ വായിച്ചെടുക്കാനുള്ള ഒരു കഴിവാണ് വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു രീതി. മറ്റൊന്ന്, വൈകാരിക നിരക്ഷരത എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്, ഓരോരുത്തരുടെയും ലൈഫിൽ. ഓരോ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വൈകാരിക അവബോധം വട്ടപൂജ്യമാകുന്ന ഒരു വ്യക്തിത്വ പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അലക്സിതൈമിയ എന്ന് പറയുന്നത്. വൈകാരിക അവബോധം അവരുടെ ഒരു വട്ടപൂജയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ അലക്സിതൈമിയ ബാധിച്ച ആളുകൾക്ക് സ്വന്തം വികാരങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാനോ മറ്റുള്ളവരുടെ മനസ്സിലാക്കാനോ കഴിവുണ്ടാവൂല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം. എന്ന് വെച്ചാൽ അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവൂല, അവർക്ക് ഭാവനകൾ ഉണ്ടാവൂല, അവർക്ക് സിമ്പതി ഉണ്ടാവൂല. അലക്സിതൈമിയ ബാധിച്ച ആളുകൾക്ക് ഇത് ചില പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ചില ന്യൂറോ ഡെവലപ്മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസീസിന്റെ ഭാഗമായിട്ടും ഈ അലക്സിതൈമിയ ഉണ്ടാകാം. എന്നാൽ മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില കക്ഷികൾ നമുക്ക് ചുറ്റും ഉണ്ടാകാറുണ്ട്. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ചിലർ മുള്ളംപന്നിയെ പോലെ ആകരുതെന്ന് നമ്മളോട് പറയാറുണ്ട്. മുള്ളംപന്നിയെ പോലെ, കാരണം മുള്ളംപന്നി ഒരു ഫാക്ടറിയിലോട്ട് കയറിപ്പോയ കഥ നമുക്കറിയാം അല്ലെ. ബലൂണുകൾ ഉണ്ടാക്കണ ഒരു ഫാക്ടറിയിലേക്ക് മുള്ളംപന്നി കയറിപ്പോയപ്പോൾ എല്ലാ ബലൂണുകളും പേടിച്ച് പിന്നോട്ട് നിന്നു. കാരണം എന്തുകൊണ്ടായി, മുള്ളംപന്നി കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ മുള്ളു തട്ടി നമ്മളൊക്കെ പിന്നെ ഈ ഭൂമുഖത്തെ ഉണ്ടാവൂല എന്നറിയാം, അത്ര ഒരു തരിപ്പണമാക്കി കളയും. അപ്പൊ എന്ത് ചെയ്യും, ഈ മുള്ളംപന്നികളെ പോലെ നമ്മൾ ആകരുത് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ചിലരുടെ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് മാറി എന്ന് നോക്കിയാൽ ആന കരിമ്പിൻതോട്ടത്തിൽ കയറിയ ഒരു അവസ്ഥയായിരിക്കും. തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും. പലരുടെയും മനസ്സിനെ അവര് തകർത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാകാറുണ്ട്. പല അനുഭവങ്ങളും മറ്റുള്ളവരുടെ ആണെങ്കിൽ നമ്മൾ കേട്ടോ, ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ വാഴകളൊക്കെ തട്ടിമറിഞ്ഞ് പോണ പോലെ പലരുടെയും ലൈഫ് നശിച്ചിട്ടുണ്ടാവും ഈ ഒരു വികാര പ്രകടനം കൊണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ സ്വന്തം വികാരം തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഒന്ന് നിരീക്ഷിക്കുകയും മറ്റുള്ളവരുടെ വൈകാരിക ഭാവങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് വൈകാരിക സാക്ഷരത അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ EQ എന്ന് പറയുന്നത്. ഇമോഷണൽ ക്വഷൻ എന്നൊക്കെ പറയുന്നത് അതാണ്. ഓക്കെ, IQ പോലെ തന്നെ ജീവിതത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് EQ എന്നുള്ളത്. അപ്പൊ പക്ഷെ നമ്മൾ ഈ ഒരു നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ടും ഈ ഒരു അവയർനെസ് ഒക്കെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ മുള്ളംപന്നികളെ കെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും. കാരണം അവരുടെ വൈകാരിക ഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് മുള്ളംപന്നികളെയും കെട്ടിപ്പിടിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഓരോ കാര്യം, ഒരു കഞ്ഞി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോറുണ്ണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന എന്താ, എനിക്ക് സന്തോഷം കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സന്തോഷമാണെല്ലാം. ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ സന്തോഷമാണെല്ലാം അല്ലെ. അനാരോഗ്യകരമായിട്ടുള്ള വികാര പ്രകടനങ്ങളിൽ മുങ്ങിപ്പോകാതെ സന്തോഷം തേടൽ ഒരു ജീവിതശൈലി ആക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അതിന് ഒന്നാമത്തെ വഴി എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, നാം എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് വെച്ചാൽ നമ്മൾ പറയും, എന്നെ സ്നേഹിക്കൂ, എനിക്കൊരല്പം സമാധാനം തരൂ, എന്നെ ഒരു തുള്ളി സ്നേഹം തരുമോ എന്ന് പറഞ്ഞിങ്ങനെ ആരോടും യാചിക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. കാരണം കേട്ടിട്ടില്ലേ, ദൈവരാജ്യം നിന്നിൽ തന്നെയാണെന്ന് അല്ലേ. ആ ദൈവരാജ്യം ഈ സന്തോഷം നമ്മിൽ തന്നെയാണ്. അത് കണ്ടുപിടിക്കാതെ നമ്മൾ ഇങ്ങനെ എവിടെയോ തപ്പുവാണ്, എവിടെയോ തപ്പിക്കൊണ്ട് കിടക്കുകയാണ്, അന്വേഷിച്ച് പരതുവാണ് ഈ സന്തോഷം എവിടെയെന്ന്. ഈ സന്തോഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് എൻ്റെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ആ വികാരത്തെ നമുക്ക് അത്ര സുന്ദരമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റും. ഒരിടത്തൊരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. ആ പക്ഷിക്കുഞ്ഞിന് ഭയങ്കര സങ്കടമായിരുന്നു. ആ പക്ഷിക്കുഞ്ഞ് പറഞ്ഞു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എനിക്കാരും കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് പരിഹാരമായിട്ട് അവൾ രാവിലെ എഴുന്നേക്കും പറയും, ലവ് യു ലവ് യു, ലവ് മീ ലവ് മീ ലവ് മീ എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ എന്ന്. എന്നിട്ട് അങ്ങനെ ആ
വഴി കൂടെ ഒരു പക്ഷിമുത്തശ്ശി കടന്നു പോയപ്പോൾ ഈ കുഞ്ഞിപ്പക്ഷി ഇരുന്നിട്ട് ലവ് മീ ലവ് മീ ലവ് മീ എന്ന് പറയുന്നുണ്ട്. നീ എന്താണ് കുഞ്ഞെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടണം, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ പറയുന്ന ലവ് മീ ലവ് മീ ലവ് മീ എന്ന്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അപ്പൊ ആ തള്ളപ്പക്ഷി മുത്തശ്ശി പറഞ്ഞു, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ നീ പറയുന്ന ഒന്ന് മാറ്റി പിടിച്ചേ, ലവ് യു ലവ് യു ലവ് യു എന്നൊന്ന് പറഞ്ഞു നോക്കിയെന്ന്. അതെ, ശരിയാണ്. ആ കുഞ്ഞു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്ക് കേട്ടിട്ട് ചുറ്റുമുണ്ടായിരുന്ന പക്ഷിക്കൂട്ടങ്ങളെല്ലാം തന്നെ അവളുടെ അടുക്കലേക്ക് ഓടി വന്നു. അവൾക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടി, അവളോട് കളിക്കാനും അവളോട് സ്നേഹിക്കാനും ഒത്തിരി കൂട്ടുകാരെ കിട്ടി. അപ്പൊ നമ്മള് ശരിക്കും ലവ് മീ എന്നല്ല, എന്നോടല്പം സ്നേഹം കാണിച്ചൂടെ എന്നല്ല ചോദിക്കേണ്ടത്. നമ്മൾ അവരെ സ്നേഹിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് ഇവിടെയാണ്. അപ്പം അങ്ങനെയാണ് സന്തോഷം നമുക്ക് എപ്പോഴും ഒരു വലിയൊരു ഉണർവ് തരുന്ന ഒരു വികാരമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഉണർവെന്നാണ്. ഓക്കെ. അതിന് മറ്റൊന്നെന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്ത ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഒരു വികാരമാണ്. തെറ്റ് ചെയ്ത ക്ഷമ ചോദിക്കുക, അത് നമ്മൾ ചോദിച്ചില്ല എങ്കിൽ അത് നമ്മുടെ അഹംബോധം എന്നുള്ള ആ ഒരു ഫീലിങ്ങിന്റെ ലക്ഷണമാണ് ക്ഷമ ചോദിക്കാതിരിക്കുക എന്നുള്ളത്. ഒരു കാലെ ചവിട്ടിയ സോറി എന്ന് പറയാ, മലയാളത്തിൽ പറയാൻ പോയാൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു നാടകീയത ഉണ്ടാവും, പക്ഷെ സോറി എന്ന് പറയാം. അതുപോലെ തന്നെ എത്ര ചെറിയ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരാവുക, അത് മനുഷ്യനോടാണെങ്കിലും ദൈവത്തോടായാലും. ഇപ്പൊ ഞാൻ സാബു സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു അവസരം തന്നത് സാബു സാറാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് നന്ദി നമ്മൾ പ്രകടിപ്പിക്കാൻ നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. കണ്ടിട്ടില്ല നമ്മൾ വിദേശീയരെ, അവർ എത്ര നന്നായിട്ടാണ് നന്ദി പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നന്ദി പ്രകടിപ്പിക്കാൻ ഏത് പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് ഞാനാണ്, നമ്മൾ അങ്ങനെയാണ് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം. ഒത്തിരി പരാതി പറയുന്നവരുണ്ട്, എത്ര കിട്ടിയാലും. അതാണ് നമ്മുടെ ഈ വികാര തള്ളിച്ചകൾക്ക്, നമ്മുടെ നിഷേധ വികാരങ്ങൾക്ക് കാരണം. നമ്മൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6:30-ക്ക് ജോലിക്ക് ഇറങ്ങുന്ന എനിക്ക് ചിലപ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കണത്, ഈ ജോലിയില്ലാത്ത ഒരാളുകള് ഇത് കിട്ടാൻ വേണ്ടി, ഞാൻ കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ്. അവരുടെ വിഷമം കണ്ടും കേട്ടും വളർന്ന ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കും, 6:30-ക്ക് ഇറങ്ങേണ്ട വന്നാലും എനിക്ക് ഗവൺമെന്റ് ഒരു ശമ്പളം തരുന്നുണ്ടല്ലോ, ഞാൻ പോകുന്ന ഒരു പബ്ലിക്കിന്റെ അടുത്തേക്കാണല്ലോ, അവരോടൊന്ന് ചിരിച്ച് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ദൈവത്തിനോട് നമ്മൾ എപ്പോഴും നന്ദി, സ്പിരിച്വൽ സൈഡ് നമ്മുടെ വികാര പ്രകടനം ഒതുക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. കേട്ടിട്ടില്ലേ നമുക്കൊരു ഭക്തിഗാനം ഞാൻ എപ്പോഴും വെച്ച് എൻ്റെ ചെവിയിൽ കേൾക്കണതാ, ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. അതാണ് നമ്മുടെ ജീവിതം. അതുപോലെ തന്നെ ഈ ചിരി, നമ്മളിത് പാടുമ്പോൾ, നമ്മളിത് കേട്ടപ്പോൾ ചിരിക്കുന്നുണ്ട് അല്ലെ. ചിരി എന്ന് പറയുന്നത് ഒരു വലിയ മരുന്നാണ്. അങ്ങനെ ചിരിക്കാൻ നാം മറക്കാതിരിക്കണം. പിശുക്ക് കാണിക്കാതെ നമ്മൾ ചിരിക്കാൻ പഠിക്കണം, കൊച്ചു കുട്ടികളെ പോലെ. ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, അവരുടെ മുഖത്തേക്ക്, ഞാൻ ജോലി കിട്ടുന്നതിന് മുന്നേ ഞാൻ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ഒന്ന് ചിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് ഞാൻ ഒന്ന് ചിരിച്ചു നോക്കും. നോ രക്ഷ. അവരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു പാട്ട് ഓർമ്മ വരും, ചിരിക്കാനറിയാത്ത കരയാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നുള്ള ഒരു വാക്ക് എനിക്കറിയുള്ളൂ. ചിലപ്പോൾ സത്യമായിട്ട് ഞാൻ ഓർത്തു പോകും. ഞങ്ങളുടെ ഡോക്ടർമാർ ഞങ്ങളൊക്കെ വരുന്ന പേഷ്യൻറ്റിനോട് നന്നായിട്ട്, ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിൽ നന്നായിട്ട് ചിരിക്കാറുണ്ട്, അനുകമ്പയും കരുണയും ഒക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഡിസ്പെൻസറിക്ക് ഇടുക്കി ജില്ലയിൽ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ എന്നുള്ള ഒരു, ഹോമിയോ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ബഹുമതി കിട്ടുകയും അതിന്റെ സമ്മാനം ഞങ്ങൾക്ക്, ഒരു വലിയൊരു തുക ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡോക്ടർ ഒരു ബെസ്റ്റ് ഡോക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ 2 തവണ, ഒരേ വർഷം തന്നെ 2 തവണ ഏറ്റവും മികച്ച ഡോക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അതൊക്കെ എന്താണ്? ചിരി എന്ന് പറയുന്ന ഒരു വികാരം, അത് മനുഷ്യരിലോട്ട് കൊടുക്കുന്നുണ്ട്. ചിരി എന്ന് പറയുന്ന വികാരത്തിൽ നമ്മൾ അവരിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സങ്കടമോ നമ്മുടെ ഉള്ള ദേഷ്യമോ ഒന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ അതിനെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് പുറത്തേക്ക് ഇത് കാണിക്കും. എന്തിനാ? നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ മറ്റുള്ളവരെ, നമ്മൾ അറിയാത്ത ആളുകളിലോട്ട് അത് എന്തിനു പ്രകടിപ്പിക്കുന്നു. അതാണ് മിക്ക ഓഫീസുകളിലും ചിരിക്കാൻ മറന്നു പോകുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുട്ടികളോട് ദേഷ്യപ്പെടുന്ന അധ്യാപകരെ നമ്മൾ കണ്ട് സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപകർ, എല്ലാത്തിലും 2 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ചിത്ര ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അവർ പറയുന്നത്, അവർ എത്ര ലെജൻഡ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്, അവർ പറയാണ്, ഒരു ചിരി നമ്മൾ സമ്മാനിച്ചിട്ടുണ്ട് എങ്കിൽ, അത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാകുന്നുണ്ട് എങ്കിൽ, അത് കൊടുക്കാൻ നമ്മൾ എന്തിന് ബുദ്ധിമുട്ടണം, നമ്മൾ എന്തിന് പിന്നോട്ട് വലിയണം. അതുകൊണ്ട് എൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ചിത്ര ചേച്ചി പാടുമ്പോൾ പോലും ആ ചിരിയാണ് ആ മുഖത്തിന്റെ പ്രത്യേകത. ആ മുഖത്തെ എത്ര മനോഹരമാക്കുന്നത് ചിത്ര ചേച്ചിയുടെ ചിരിയാണ്. ചിത്ര ചേച്ചിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചിരിക്കാൻ വേണ്ടി ജനിച്ചതാണോ ചിത്ര ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. വിഷമങ്ങൾക്കിടയിലും അവരുടെ ആ ഒരു ചിരി, അത് സൂപ്പർ.
ഓക്കെ. അപ്പൊ അങ്ങനെ തിരിച്ചൊരു ചിരിയും തന്നില്ലെങ്കിൽ നമുക്ക് ചിരിക്കാം കേട്ടോ. ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. അവർ തിരിച്ച് ചിരിച്ചില്ലെങ്കിലും നമുക്കങ്ങ് ചിരിക്കാം. നിരന്തരം നമ്മുടെ ചിരി കാണുമ്പോൾ ആ പക്ഷിക്കുഞ്ഞ് പാടിയതുപോലെ ലവ് യു എന്ന് നമ്മൾ പറയുന്ന പോലെ ഇരിക്കും. അപ്പൊ അവരൊക്കെ നമ്മളോട് അട്രാക്റ്റഡ് ആയിക്കോളും. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളെ ഹൃദയത്തിൽ വളർത്താമെന്ന്. അത് സത്യസന്ധമായിട്ടുള്ള സ്നേഹം, അങ്ങോട്ട് സ്നേഹിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ്. ഹൃദയത്തിൽ തട്ടിയ സ്നേഹം. ഒരിക്കലും അതുകൊണ്ട് ഒരു മത്സ്യം കടലിനോട് ഇങ്ങനെ പറയാണ്, നിനക്കെന്റെ കണ്ണുനീര് കാണാനാവൂലല്ലോ എന്ന് മത്സ്യം കടലിനോട് ചോദിച്ചു. അപ്പൊ കടൽ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് അത് അനുഭവിക്കാനാകും. കാരണം നീ വസിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് കടലിനടിയിലായാലും നിന്റെ കണ്ണുനീര് ഞാൻ അറിയുന്നുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഒരു പ്രശസ്ത കവി പാടിയത്, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും, അല്ലെ? എത്ര സുന്ദരമായിരിക്കും അല്ലെ ആ സ്നേഹം എന്നുള്ള, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഹൃദയത്തിൽ നിന്ന് എടുത്ത സ്നേഹം. അത് കൂടപ്പുറപ്പിനോടായാലും സുഹൃത്തിനോടായാലും നമ്മുടെ ജീവിത പങ്കാളിയോടായാലും ഇറ്റ്സ് എ വൗ എന്ന് നമുക്കത് പറയാൻ പറ്റുള്ളൂ. സൂപ്പറാണ്. ചിലത് കാണാതിരുന്ന, ചിലത് കേൾക്കാതിരുന്ന, ചിലയിടങ്ങളിലൊന്നും മൗനം പാലിച്ച നമ്മുടെ വൈകാരിക സാക്ഷരത അവിടെ പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല. നമ്മൾ നിഷ്കളങ്കരായി തീരുമ്പോൾ ഈ സ്നേഹവും ഈ ചിരിയും ഈ കോപവും ഒക്കെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ കോപം നമുക്കൊരു പാരയാണോ? എപ്പോഴെങ്കിലും കോപം, അതെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കോപം 5 കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കോപം പ്രകടിപ്പിച്ചാൽ അതൊരു പാരയാകില്ല. എന്താണ് 5 കാര്യങ്ങൾ? ശരിയായ കാര്യങ്ങൾക്കായി, ശരിയായ പ്രതിയോഗികളോട്, ശരിയായ വിധത്തിൽ, ശരിയായ സന്ദർഭത്തിൽ, ശരിയായ സമയത്തേക്ക്. ഒന്ന് ഓർത്തേക്ക്, ശരിയായ കാര്യങ്ങൾക്കാണോ നമ്മൾ മിക്കപ്പോഴും ദേഷ്യപ്പെടുന്നത്? അല്ല, അല്ല. മറ്റൊന്ന്, ശരിയായ പ്രതിയോഗി, ഈ ഞാനും ഒക്കെ കണക്കാണ് കേട്ടോ. ശരിയായ പ്രതിയോഗികളോടാണോ? അല്ല, അല്ല. നമ്മൾ എവിടെയെങ്കിലും വാച്ച്മാനോടൊക്കെ വലിയ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം, ആ വെയിലത്ത് കരിഞ്ഞു നിൽക്കണം ആ പാവങ്ങളോടും മറ്റേ വണ്ടി അങ്ങോട്ട് നീക്കിയിടാമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ആ പാവങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നത്? അപ്പൊ ആ പ്രതിയോഗികളോട് ശരിയാ, അല്ലെങ്കിൽ പ്രതിയോഗികളോട് തന്നെക്കാൾ ഉയരത്തിലുള്ള ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ട, പോലീസ് സ്റ്റേഷനിൽ പോയി ദേഷ്യപ്പെട്ടാലൊന്ന് ഓർത്തു വെക്കേ, ശരിയായ പ്രതിയോഗികളോടാണോ നമ്മൾ ദേഷ്യപ്പെടാൻ? അല്ല, നല്ല അടിയും മേടിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ ശരിയായ പ്രതിയോഗികളോട് മാത്രമാണ് നമ്മൾ ദേഷ്യപ്പെടാവുള്ളൂ. ശരിയായ വിധത്തിലായിരിക്കണം, അളവ് കൂടാൻ പാടില്ല, അല്ലെ? അളവ് കൂടിയതെല്ലാം തകർത്തിട്ട് പോവുള്ളൂ. ശരിയായ സന്ദർഭത്തില് നമ്മുടെ സമൂഹ മധ്യത്തിൽ നിന്ന് ഒരാളോട് ദേഷ്യപ്പെടരുത്. അത് അയാളുടെ വികാരത്തെ, അയാളുടെ അഭിമാനത്തെ തകർക്കും. പിന്നെ നമ്മൾ കാണുന്ന അയാൾ ഹാങ് ചെയ്തതായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് ആ വികാര വിസ്ഫോടനം പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഒരാളോടും ദേഷ്യപ്പെടരുത്. രഹസ്യമായിട്ട് എവിടെയെങ്കിലും സമയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശരിയായ സമയത്തേക്ക് മാത്രം നമ്മൾ ദേഷ്യപ്പെടുക. നമ്മൾ എങ്ങനെയാ ദേഷ്യപ്പെടുന്നത്? എത്ര ദിവസം കഞ്ഞി കുടിക്കാതെ ഇരിക്കും ആൾക്കാർ ദേഷ്യത്തിന്റെ പേരിൽ? എത്ര ദിവസം ഭക്ഷണം ഉപേക്ഷിച്ച് നടക്കും? എത്ര ദിവസം മുഖം കറുപ്പിച്ചുകൊണ്ട് കിടക്കും? ഒരു ഭാര്യ ഭർത്താക്കന്മാരായാൽ അവരുടെ ആ ഒരു ദേഷ്യം ഒരു രാത്രിയും കൊണ്ട് അവസാനിക്കുന്നതായിരിക്കണം. മക്കളോടുള്ള ദേഷ്യമാണെങ്കിൽ ഒരു ചിരിയും കൊണ്ട് തീരുന്നതായിരിക്കണം. ഇതുപോലെ അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ എന്നുള്ളത് പെട്ടെന്നൊന്നും സാധ്യമുള്ള കാര്യമല്ല. പക്ഷെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, അത് നമ്മളെ മറ്റുള്ളവന്റെ മനസ്സ് ഒന്ന് കാണാൻ സാധിച്ചാൽ നമുക്കത് സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് യുവാക്കളെ, ഇനി ആരെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു യുവാക്കളുടെ കഥ ഞാൻ പറയാം. ഒരിക്കല് കുറച്ച് യുവാക്കൾ തമ്മിൽ, അവിവാഹിതരായിട്ടുള്ള യുവാക്കൾ ഒരു മുറിയിലിരുന്ന് ഭയങ്കരമായിട്ട് സംസാരം കാട് കയറി അവർ തമ്മിൽ അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി. അപ്പൊ ഒരുത്തൻ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? പുതച്ചു മൂടി അങ്ങ് കിടന്നിട്ട് ഒരുത്തൻ വന്നു ചോദിച്ചു, നിനക്ക് ഇപ്പോഴാണോ കേട്ടോ കിടക്കാൻ കണ്ട നേരെന്ന്? അതെ, എനിക്ക് നിങ്ങളെ പോലെ ദേഷ്യം വരുന്നുണ്ട്, ഈ കിടന്നോണ്ട് ദേഷ്യപ്പെടാൻ എനിക്കറിയില്ല, അതുകൊണ്ട്. പിന്നെ അവരെല്ലാം അത് കേട്ട് ചിരിച്ചുകൊണ്ട് പോയി. നമുക്ക് ദേഷ്യം ഇങ്ങനെയും ഒതുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് ദേഷ്യം കൂടുതൽ നമുക്ക് വരാൻ എൻ്റെ ചിന്തയാണ്, എൻ്റെ വാക്കാണ് ശരി, അതെല്ലാവരും അംഗീകരിച്ചേ ഒക്കൂ എന്നുള്ള ആ തോട്ടിൽ നിന്നാണ് നമ്മൾ മറ്റൊരാളെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദേഷ്യം വരുന്നത്. അതായത് രാമായണത്തിലെ കഥ പറയുന്നത് പോലെ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന്റെ സമയത്ത് പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ ദശരഥൻ അദ്ദേഹത്തെ കാട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ മൂന്ന് ലോകവും ദഹിപ്പിക്കാനുള്ള ദേഷ്യത്തില് ലക്ഷ്മണൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ ശ്രീരാമൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അനിയ, നീ ദേഷ്യപ്പെടരുത്. കാരണം ഈ ദേഷ്യം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ ഹനിക്കുന്നതിന് കാരണമാകും. ദേഷ്യം നമ്മുടെ ധാർമ്മിക ബോധത്തെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് കോപത്തെ ഉപേക്ഷിക്കണം അനിയ, എൻ്റെ പ്രിയപ്പെട്ടവനെ എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം, എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ദേഷ്യം എന്ന് പറയുന്നത് അത് വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഉത്കണ്ഠ എല്ലായിടത്തും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഉത്കണ്ഠ, നമ്മൾ ചിലപ്പോൾ ചില പരീക്ഷകളിലൊക്കെ ചെല്ലുമ്പോൾ അമിതമായ ആങ്സൈറ്റി കാരണം കുട്ടികൾക്ക്
എഴുതാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോച്ചിങ്ങിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനാഗുറേഷന് വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഒക്കെ ചില സെൻറ്ററുകൾ ഇനാഗുറേഷനും ക്യാൻവാസിനും വേണ്ടി പോകുമ്പോൾ കുട്ടികൾ വല്ലാത്ത ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വലിയ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, 15 ലക്ഷം പേരോടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അതിൽ ഓരോ റാങ്കിലും എത്തുന്ന കുട്ടി എന്ന് പറയുന്ന 1ാം റാങ്കിൽ എത്തുന്ന കുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ 10ൽ എത്തുന്ന കുട്ടിയുടെ അതേ മജ്ജയും മാംസവും ചിന്തയും രക്തവുമാണ് നിങ്ങളിലൂടെ നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കും പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഉത്കണ്ഠയെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നന്ദി എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ മിസ്സേ എന്നുള്ളൊരു വിളിയിലൂടെ കേൾക്കാറുണ്ട്. അതുതന്നെ ഒരു ദൈവാനുഗ്രഹമാണ്. അതുപോലെ തന്നെ IT ഫീൽഡിലെ ഒരു അതികായനായിട്ട് നാരായണമൂർത്തി പറയുന്നുണ്ട്, കപ്പലുകൾ ഏറ്റവും ശാന്തമായിട്ട് കിടക്കുന്നത് തുറമുഖത്താണെന്ന്. നമ്മൾ ഉത്കണ്ഠാകുലരായിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ കപ്പലുകൾ ഏറ്റവും ശാന്തമാകുന്നത് തുറമുഖത്താണ്. പക്ഷേ ആ തുറമുഖത്ത് കിടക്കാനുള്ളതല്ല ഒരു നല്ല കപ്പലും. അത് കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ പോകുമ്പോഴത്തേക്കുമാണ് ഒരു നല്ല കപ്പലും കപ്പിത്താനും ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നെങ്കിലുകളും ഇല്ലായിരുന്നെങ്കിലുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മൾക്ക് ഈ വികാര വിസ്ഫോടനത്തെ ഒഴിവാക്കാൻ പറ്റും. ചില ആളുകൾ നമ്മൾ ബസ്സിലൊക്കെ വെച്ച് കാണുമ്പോൾ അവർ പറയും, ചേച്ചിയെ ഞാൻ ഇതിനു മുമ്പ് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അവർ ഒരുവിധം സമാധാനത്തിൽ എത്തിക്കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവർ വീണ്ടും പറയും, ചേച്ചിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. ആ എങ്കിലുകളും ആയിരുന്നെങ്കിലുകളും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് സമയം നമ്മൾക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ സമയം, ഇതാണ് നമ്മുടെ സമയം. ഇതിനു മുന്നേ അല്ല നമ്മുടെ സമയം, ഇതിനു ശേഷവുമല്ല നമ്മുടെ സമയം. ഈ ആയിരുന്നെങ്കിലുകളും ഇല്ലായിരുന്നെങ്കിലുകളും ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വികാരത്തിന്റെ നിഷേധമായിട്ടുള്ള പ്രകടനത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ യഥാർത്ഥ നമുക്ക് പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നില്ലേ, ആ പ്രയോഗം തന്നെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, ഇതാണ് എൻ്റെ സമയം. അതുപോലെ തന്നെ യഥാർത്ഥ വികാര പ്രകടനം അത് കാഴ്ചശക്തി ഇല്ലാത്തവരുടെ മുഖത്താണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവർ മറ്റുള്ളവരുടെ വികാരങ്ങൾ കണ്ടിട്ടില്ല, കരയുന്നത് കണ്ടിട്ടില്ല, ചിരിക്കുന്നത് കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവരുടെ വികാര പ്രകടനം അങ്ങനെ ഒരു പരിപാടിയിൽ, മാജിക് പ്ലാനറ്റിലെ ഒരു പരിപാടിയിൽ മുരുകൻ കാട്ടാക്കട സാറ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു കുട്ടി പാടി എന്ന് വെച്ചാല് അദ്ദേഹത്തെ ആ ഒരു അന്ധയായിട്ടുള്ള ഒരു കുട്ടി പാടുക, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. അതുപോലെ തന്നെ വറ്റി വറുതിയായി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കുട്ടി ഇങ്ങനെ പാടുമ്പോ ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറുതിയായി ജീർണമായി മൃതമായി ഞാൻ എന്നാ കുട്ടി പാടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മുഖഭാവം കണ്ടിട്ട് മുരുകൻ കാട്ടാക്കട സാറ് വളരെയധികം അത്ഭുതപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ വികാരം ഇത്രയധികം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് പോലും സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ധന്മാരുടെ വികാരമാണ് ശരിക്കും വികാര പ്രകടനം എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ശുദ്ധമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള വികാരം. നമുക്കറിയാം അങ്ങനെ കരഞ്ഞാൽ മതി, ഉർവശി കരയണത് പോലെ കരയണം, അല്ലെങ്കിൽ ജഗതി ചിരിക്കണത് പോലെ ചിരിക്കണം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷെ അവർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏകാന്തത ശീലിക്കാം എന്നുള്ളത് നമുക്ക് ഈ വികാരത്തെ നമുക്ക് ഒതുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഏകാന്തത ശീലിക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ സാബു സാറ് തന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കണത് ഞാൻ കണ്ടായിരുന്നു. ഹിൽ ടോപ്പിന്റെ മുകളിൽ സാറ് വട്ടവടക്കോ മൂന്നാറിനോ എങ്ങോ പോയെന്ന് തോന്നണല്ലേ സാറേ, ആ ഒരു ഹിൽ ടോപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഓർത്തു എന്ന് വെച്ചാൽ നമ്മുടെ ജോൺ ഗീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അധികം എനിക്ക് ഒത്തിരി എന്ന് വെച്ചാൽ ഏകാന്തത, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലുള്ള ഏകാന്തതയെ ഞാൻ മോഹിക്കുന്നു എന്ന് ജോൺ ഗീറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കും ഇഷ്ടമാണ് സുന്ദരമായിട്ടുള്ള ഒരു സമയത്ത് ഇരുന്ന് ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കുമ്പോൾ ഒത്തിരി കൂളായിട്ടുണ്ട് നമ്മൾ, അല്ലെ? ഓക്കെ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇറിറ്റബിലിറ്റി കോഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡേവിഡ് ഡി ബേൺസിന്റെ ഒരു കണ്ടുപിടുത്തമാണ് ഇറിറ്റബിലിറ്റി കോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരണം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിനോട് നാം എത്ര കണ്ടിട്ടാണ് പ്രകോപിതരാകുന്നത്, ഏത് വിധത്തിൽ പ്രകോപിതരാകുന്നത് എന്നുള്ള ഒരു പഠനമാണ് ഇറിറ്റബിലിറ്റി കോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തിയാൽ അത് അറിയാൻ പറ്റും. വീട്ടിലും ഓഫീസിലും സർക്കാർ ഓഫീസിലും ഒരാൾ കാറിന് കൊണ്ട് വട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ അവരെ ചാടി ഇറങ്ങി നമ്മൾ പ്രകോപിതരായി ചാടി ഇറങ്ങി അവരെ അടിക്കാൻ ഇറങ്ങുമോ, അതോ അതിനോട് സഹോദരാ നിങ്ങൾ വണ്ടി മാറ്റി തരൂ എന്ന്
നമ്മുടെ വികാരം പെട്ടെന്ന് നമ്മൾ ഒരു നാരായണൻകുട്ടിയും ദിലീപ് നാരായണൻകുട്ടിയും എന്നുള്ള കഥാപാത്രമായിട്ട് ഇന്നസെന്റ് ഇങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ട് പോകും, ചേട്ടാ ഞാൻ ചോറ് ഇടട്ടെ, വേണ്ട, ചേട്ടാ ഞാൻ ചോറ് ഇടട്ടെ, വേണ്ട. അപ്പം പിന്നെ ചേട്ടൻ രണ്ടാമത് ചോറ് ചോദിക്കുമ്പം ഇന്നസെന്റ് ഇവന്റെ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചെല്ലും. അപ്പം പറയും നാരായണൻകുട്ടി, ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത എന്റെ വീട്, അത് ഞാൻ ഇവനോട് പറഞ്ഞതായെന്നും പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങോട്ട് മയക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു കാര്യത്തോട് പ്രകോപിതരാകുന്ന ആ ഒരവസ്ഥ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആ സിനിമയിൽ നമുക്കത് കാണാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാല് ഈ വികാരം എന്ന് പറയുന്നത്, ദേഷ്യം എന്ന് പറയുന്നത് അങ്ങനെ അടിച്ചടിച്ചമർത്തി വെക്കാനുള്ള ഒരു കാര്യമല്ല കേട്ടോ. അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് സ്പോഞ്ച് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇതിനെല്ലാം, ഈ അടിച്ചമർത്തുന്ന വികാരങ്ങളെല്ലാം ഉള്ളിലേക്ക് അടിച്ചമർത്തി അങ്ങ് വെച്ച് അത് വല്ലാത്തൊരു പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടുപോകും. മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിൽ മമത മോഹൻദാസ് വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ ദിലീപും ഷാജോണൊക്കെ പോയിട്ട് എന്നാ ചെയ്യുന്നേ, അവരുടെ ദേഷ്യം അടിച്ചമർത്തി വെക്കുന്നില്ല, ബോസിനോട് കാണിച്ചാൽ പണി പോകുമെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ എടുത്തിട്ട് ആ പുള്ളിക്കാർ തലയൊക്കെ അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ബക്കറ്റ് മേടിച്ച് സ്ഥിരം വെച്ചേക്കുക. കാരണം അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ ദേഷ്യത്തെ മുഴുവനും അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കുവാണ്. അപ്പം ഒരിക്കലും ദേഷ്യം നമുക്ക് അടക്കി വെക്കാൻ പറ്റില്ല. പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കേണ്ടതുപോലെ എവിടെയെങ്കിലും പോയിട്ട് പ്രകടിപ്പിക്കാം നമുക്ക്. ഓക്കെ. അതുപോലെ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോപം നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷേ കോപം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊക്കെ ശ്രമിക്കാം എന്നുള്ളൂ. പിന്നെ നിലവിട്ട പെരുമാറ്റം ഉപേക്ഷിക്കണം. നിലവിട്ട പെരുമാറ്റം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആരോടെങ്കിലും ഒരു ക്രൂരമായിട്ടുള്ള വാക്ക് പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു ഊമയെ പറ്റി ഓർക്കണം. അയാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ നിലവിട്ട വാക്ക് മറ്റൊരാളുടെ മനസ്സിനെ എത്ര വിഷമിപ്പിക്കും എന്ന് ഓർക്കാം. മറ്റൊന്ന്, ആഹാരത്തിന് കുറ്റം പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഒന്നുമില്ലാത്ത ആളുകളെ പറ്റി. ഞാൻ വായിച്ചിട്ടുണ്ട്, റോഹിംഗ്യൻ ആളുകൾ നമ്മുടെ ഡൽഹി, മുംബൈ ഭാഗങ്ങളിലൊക്കെ അഭയാർത്ഥികളായിട്ട് വന്നപ്പോൾ അവർ പറയുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. കുപ്പത്തൊട്ടിയിൽ നിന്നും വേസ്റ്റുകൾ എടുത്തിട്ട് കരി വെയിലത്തിട്ട് ഉണക്കി, അത് ഉണക്കി എടുത്തിട്ടാണ് അവരത് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണത്തെ പറ്റി കുറ്റം പറയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രുചിയോടുകൂടി ആ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 6:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6:20-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നാറില്ല. എന്തെന്ന് വെച്ചാൽ ഈ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ പറ്റി ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇത് തന്ന രക്ഷിതാവിനോട് നന്ദി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുള്ളൂ. മറ്റൊരു കാര്യം, ടെൻഷൻ കുറയ്ക്കാം എന്നുള്ളതാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഒരു സ്വന്തം കർത്തവ്യത്തോട് കൃത്യമായിട്ട് സ്വന്തം കർത്തവ്യത്തെ നിർവഹിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്ക് കുറച്ചൊക്കെ ടെൻഷൻ ആകാം. അത് അവനെ ഭംഗിയായിട്ട് ആ ജോലി നിർവഹിക്കാൻ സഹായിക്കും. പക്ഷേ ചിലരുണ്ടല്ലോ, ടെൻഷൻ വളരെയധികമായിട്ട് വാലിന് തീ പിടിച്ച പോലെ നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് വെളിവുണ്ടാവില്ല. പക്ഷെ അതിലാകവത്തം പാടില്ല എന്നുള്ളതാണ്. അതിലാകവത്തം പാടില്ല എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പം താടിക്ക് തീ പിടിക്കുമ്പോൾ ചുമ്മാ നോക്കിയിരുന്നിട്ട് എന്നാൽ അതിനകത്ത് നിന്നൊരു വീടി കത്തിച്ച് വലിച്ചേക്കാം എന്ന് തോന്നുന്ന ആ ഒരു അതിലാകവത്തം നമുക്ക് പാടില്ല. നമ്മൾ എപ്പോഴും രണ്ടിൻ്റെയും മിഡിൽ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, മിതത്വം പാലിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു നന്നായിട്ട് പിരിമുറുക്കം ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. ആ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടിക്ക് ശരിയായ വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോകണതെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒരു പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്തിന്റെ അവസാനമൊന്നുമില്ല. എത്രയോ കോഴി കൂവിയാലാണ് നേരം വെളുക്കുന്നത്, നേരം ഇനിയും വെളുത്തുകൊണ്ടിരിക്കും, കോഴി ഇനിയും കൂവിക്കൊണ്ടിരിക്കും, ഓരോ പ്രഭാതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അവരെ ഒന്ന് കാം ആൻഡ് കൂൾ ആക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുപോലെ തന്നെ നിറങ്ങളും വികാരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. നല്ല പച്ച, മഞ്ഞ, നീലയൊക്കെ കാണുമ്പോൾ എന്ത് സുഖം. ഒരു പച്ച ചുരിദാർ കണ്ടാൽ അടിപൊളി, ആ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്നുള്ള വികാരം. അപ്പൊ ഈ നിറങ്ങൾ, നല്ല പൂ കണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനത്തിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം സന്തോഷഭരിതരാകാൻ കാരണം? നീലക്കുറിഞ്ഞിക്ക് ആ കളറിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതിപ്പോ മഞ്ഞക്കുറിഞ്ഞി ആയാലും ശരി നമുക്ക് ഇഷ്ടമാണ്. കാരണം കളറുകൾ നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്തൊരു സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം നമുക്ക് ഇതാണ് അല്ലെ, അധികം നമ്മൾ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കുന്നത് നല്ലതല്ല. എങ്കിലും വല്ലപ്പോഴും പോകുമ്പോൾ നമ്മളൊരു തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം രാത്രി 12 മണിക്കൊക്കെ കഴിച്ചാൽ സുഖമല്ലേ, എന്ത് രസമാണ്. ഈ മസാല ചായയൊക്കെ കിട്ടുന്നിടത്ത് പോയി ഒരു ചായ കുടിച്ചാൽ ആ ഭക്ഷണം നമ്മുടെ വികാരത്തെ ഉത്തേജിപ്പിക്കും. നല്ല മൂടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കഴിക്കാൻ പോകണം, നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആ സമയത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ IQ ആൻഡ് EQ നമ്മുടെ ജീവിതത്തിൽ ഇന്റലിജന്റ് ക്വസ്റ്റൻ ഉള്ളതുപോലെ തന്നെ ജീവിതം വിജയിക്കണമെങ്കിൽ ഇമോഷണൽ ക്വസ്റ്റൻ
കോഷൻ, അതായത് ഇറിറ്റബിലിറ്റി കോഷൻ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു രൂപം നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചേ ഒക്കുള്ളൂ. അതുപോലെ തന്നെ കരയാം നമുക്ക്. ഞാൻ കരയാതെ നാണിച്ചിരുന്ന കഥ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പക്ഷെ കരഞ്ഞപ്പോ എന്ത് സുഖമാണെന്നറിയാവോ? എന്തിനാ ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ തലയുയർത്തി നടക്കാൻ പാടില്ല, പെണ്ണ് പൊട്ടിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ ഒരിക്കലും ആരോടും അങ്ങനെ പറയണ്ട. ആൺകുട്ടികൾക്കും കരയാം, പെൺകുട്ടികൾക്കും കരയാം, ആൺകുട്ടികൾക്കും പൊട്ടിച്ചിരിക്കാം, പെൺകുട്ടികൾക്കും പൊട്ടിച്ചിരിക്കാം. ഇങ്ങനെ ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലായി എത്രയോ രസതന്ത്രത്തിലൂടെ, എന്തൊരു തന്ത്രം പ്രയോഗിച്ചെങ്കിലാണ് നമ്മൾ ഇതിനെ ഒന്ന് രസമാക്കുന്നതെന്ന് ഓർത്തു നോക്കിയേ. എത്രയോ തന്ത്രം പ്രയോഗിച്ചെങ്കിലാണ് നമ്മൾ ഇതിനെ ഒരു രസമാക്കാൻ പറ്റുന്നത്. ഈ വികാരത്തിനെ ഇങ്ങനെ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് സൂത്രശാലിയായിക്കൊണ്ട് രസമുണ്ടാക്കിക്കൊണ്ട് ഒരു രസതന്ത്ര വികാരം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകും, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലെല്ലാം നമുക്ക് ശരിക്കും ആ ലവ് യു ലവ് യു ലവ് യു എന്ന കിളി പാറിയതുപോലെ പാറി പറക്കാൻ പറ്റും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എനിക്കൊരു അവസരം തന്ന സാബു സാറിന് വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു ക്ലാസ്. നമ്മൾ ശരിക്കും വികാരങ്ങളുടെ രസതന്ത്രമല്ലത്, ശരിക്കും വികാരങ്ങളുടെ പ്രായോഗികതയാണ്. എങ്ങനെയാണ് വൈകാരിക മുഹൂർത്തങ്ങളെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് ആദ്യത്തെ ആ ഉദാഹരണം അല്ലെങ്കിൽ ആ അനുഭവം തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തന്നു. 7 സപ്തസ്വരങ്ങൾ പോലെ 6 സാർവത്രിക വികാരങ്ങളുണ്ടെന്നും അതിനെ കൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് 27 തരം വികാരങ്ങളുണ്ടെന്നും എന്താണ് അതിൻ്റെ കെമിസ്ട്രി എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നിറവ് നൽകുന്നതാണ് ഈ വികാരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ സവിശേഷ വികാരങ്ങളെ പക്ഷേ വിപരീത വികാരങ്ങളായി മാറ്റാൻ ശ്രമിക്കരുത്. ഒത്തിരിയും ഉദാഹരണങ്ങളും പറഞ്ഞു. ഒന്ന്, ഏകാന്തത പരിശീലിക്കുക. നമ്മുടെ യഥാർത്ഥ തനതായ ആ വികാരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വല്പം ഏകാന്തതയൊക്കെ അനുഭവിക്കണം, വ്യത്യസ്തമായി ജീവിക്കാൻ ശ്രമിക്കണം. അതുപോലെ ഇറിറ്റബിലിറ്റി കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു തലത്തെക്കുറിച്ച് പറഞ്ഞു. എത്രമാത്രം നമ്മൾ പ്രകോപിപ്പിക്കപ്പെടും, എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ. കൃത്യമായിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കണം, അതിനെ അടിച്ചമർത്തരുത്. അത് എന്താ പറയുന്നത്, നമ്മുടെ കുക്കർ അല്ലേ, അതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും അങ്ങനെ വരരുത്. അതുപോലെ കോപം വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കോപം വന്നു കഴിഞ്ഞാൽ വേറൊരു മാർഗം, വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നിലമറന്ന് പെരുമാറരുത്. ഇങ്ങനെ ഒത്തിരി പ്രായോഗികതയാണ്. നമ്മളൊരു ചിരി നമ്മുടെ മുഖത്തുണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, നമ്മളുടെ ശാരീരികമായ കെമിസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് വളരെ മനോഹരമായ ഉദാഹരണങ്ങളിലൂടെ ഒത്തിരി കോട്ടിങ്ങിലൂടെ നൽകിയ സെറീനയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മനോഹർ സാറിന് തുടങ്ങാം. സൂപ്പർ ക്ലാസ്. ആദ്യമായി ഞാൻ സെറീന മുഹമ്മദ് അവരെ ഞാൻ ആർദ്രമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു തന്ത്രമായിരുന്നു അല്ലേ, വികാരങ്ങളൊരു തന്ത്രം, ഒരു അവസാനം പറഞ്ഞ പോലെ ഒരു തന്ത്രപൂർവമായിരുന്നു ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. അനർഗളമായ പ്രവാഹമായിരുന്നു. അനശ്യൂതമായി സംസാരിക്കുന്നതിനുള്ള കഴിവ് എന്ന് പറഞ്ഞ് തന്നെ അതൊരു ആഹ്ലാദകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പേ എല്ലാവർക്കും നമ്മുടെ 77ാം റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാൻ സംഘടനയുടെ പേരിൽ ആശംസിക്കുന്നു. നമ്മുടെ റിപ്പബ്ലിക്കിന്റെ കാര്യം നമുക്കറിയാം അല്ലേ. 1950 ജനുവരി 26 നമ്മൾ എങ്ങനെയുള്ള രാജ്യമാകണമെന്നുള്ള രീതിയിലുള്ള ചിന്ത നമുക്ക് ഉദിച്ച ഒരു സന്ദർഭമായിരുന്നു. ഈ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം, സമത്വം, നീതി, സാഹോദര്യം എന്ന മൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതൊരു വെറും നിയമങ്ങളുടെ പുസ്തകമല്ല. ഇന്ത്യൻ പൗരന്റെ മാനവും അവകാശവും കടമയും ചേർന്ന ആത്മാവാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭരണഘടന നമ്മളോട് പറയുന്നത് ഒരേ കാര്യം മാത്രമാണ്: ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം, ആത്മാഭിമാനം, സുരക്ഷ ഈ രാജ്യത്തിന്റെ ശക്തിയാണ്.
അത് നമ്മളെപ്പോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട്. സമ്മർദ്ദമുണ്ട്, ആശങ്കയുണ്ട്, ലഹരി ഉപയോഗമുണ്ട്, കുടുംബ തകർച്ചയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ഇവയെല്ലാം തുറന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളുമാണ്. നമ്മുടെ ഈ ഒരു പരിപാടികളിലൂടെയൊക്കെ ആ തുറന്ന സംവാദങ്ങളാണ് നമ്മുടെ ഇടയിലൂടെ പ്രചരിക്കപ്പെടുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു നല്ല റിപ്പബ്ലിക് എന്നത് നിയമങ്ങൾ പാലിക്കുന്ന പൗരന്മാരെ മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കുക കൂടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ഒരു തീരുമാനമെടുക്കാം. നമ്മൾ വേദന അനുഭവിക്കുന്നവരെ കേൾക്കുക, സഹായം ചോദിക്കുന്നവരെ നിന്ദിക്കാതെ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, അവരുടെ മാനസിക പ്രശ്നങ്ങളെ ഒരു കുറ്റമായി കണക്കാക്കാതെ മനസ്സിനെ പരിചരിക്കുന്നത് ദൗർബല്യമല്ല, അത് ഉത്തരവാദിത്തമാണ്. ഒരു പൗരന്റെ മാത്രമല്ല, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കപ്പെടാനുള്ള ഒരു ദിവസമാണ് ഈ റിപ്പബ്ലിക് ദിനം. അത് ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ആശംസകൾ ഞാൻ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരിനോട് കൂട്ടി വായിക്കേണ്ട ഒരു വൈകാരിക പക്വതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രസതന്ത്രമാണ് നമുക്കിവിടെ ശ്രീമതി സറീന ഷക്കീർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ആഹ്ലാദകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ എന്തെങ്കിലും 2 വാക്ക് പറയണമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഭരണഘടനയെ പറ്റിയും കൂടി ഇതിൽ കോർത്തിണക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. കാരണം ഇത് നമ്മുടെ എല്ലാ രീതിയിലും ഇതിനെല്ലാ തലങ്ങളും ഇവര് സ്പർശിച്ചു. അതിൻ്റെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി പറഞ്ഞു, എല്ലാ കെമിക്കൽസിന്റെ ഹോർമോണുകളുടെ ഡീറ്റെയിൽസ് മാത്രം എത്തിയിട്ടില്ല എന്നുള്ള, ബാക്കിയെല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഒരു രസതന്ത്രത്തിൽ അവര് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്നതിൽ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ അതെന്തായാലും ആ പ്രസന്റേഷനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അനശ്യൂതമായ അനർഗളമായ ആ പ്രവാഹം ഇന്നും ഒഴുകട്ടെ. ഇതുപോലുള്ള അനർഗളമായ പ്രവാഹങ്ങൾ ഈ ഒരു നമ്മുടെ ഈ പരിപാടികളിൽ ഉയരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സറീന. ഓക്കെ, കോട്ടയത്തിന് അഭിമാനിക്കാം. കോട്ടയത്തിന്റെ ഒരു അഭിമാന പുത്രിയായിട്ട് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നും എങ്ങനെ അഭിനന്ദിക്കണമെന്നും അറിയുന്നില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും കോട്ടയത്തിന്റെ ഉണർവിന്റെ പ്രോഗ്രാമാണ്, 14ാമത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ കോട്ടയത്തിന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഔദ്യോഗികമായി സെറീനയ്ക്ക് ഒരു നന്ദി പറയും. അതുപോലെ വന്നിരിക്കുന്ന എല്ലാവർക്കും. ബാബു സാർ. ബാബു സാർ പോയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് കോട്ടയത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ നന്ദി, പ്രത്യേകിച്ച് വന്നവർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മനോഹർ സാർ, അതുപോലെ തന്നെ ബേബി സാർ, മറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിരുന്ന എല്ലാവർക്കും ഹാർദവമായ ഒരു നന്ദി അറിയിക്കുകയാണ്. മനോഹർ സാർ പറഞ്ഞ പോലെ വളരെ മനോഹരമായൊരു തീപ്പൊരി പ്രസംഗം എന്ന് വേണേൽ പറയാം. കാരണം വളരെ കൃത്യമായിട്ട് എല്ലാ പോയിന്റുകളും, സത്യത്തിൽ ഇതൊക്കെ എഴുതിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്, അത്ര ഫാസ്റ്റായിരുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്ത ആളിലേക്ക് പോവാം. നമുക്ക് ബേബി സാറിലേക്ക് പോവാം. ബേബി സാർ അൺമ്യൂട്ട് ചെയ്തു സാർ, അൺമ്യൂട്ട് ചെയ്തു സാർ, അൺമ്യൂട്ട് ചെയ്തു. Yes, thank you for the opportunity to say my words. It was really a marathon run. Right from starting, okay, we talked about Amygdala, we talked about the quotation of Oscar Wilde, we talked about non-verbal communications, and alexithymia is a wonderful word, a wonderful subject where emotional blindness people experience. Finally, more important, all the most important was about the happiness. Happiness is within everybody, within you. That was a very important message. Each one of us, all of us should realize that happiness is within us, not from outside. എന്ത് പറഞ്ഞാലും ആ പാട്ടും കഥയും ആയിട്ടുള്ള ആ ഫ്ലുവൻറ്റ് ആ മാരത്തോൺ റേസ് വാസ് റിയലി great. It was really fascinating. We have covered too many areas, too many subjects, and those who could listen from beginning to end
This was a fantastic message. We have covered a lot of areas, lot of subjects, and certainly almost all important areas related to emotions and how emotions can be useful for us and how it can be at the same time damaging also. Thank you, Dr. Sarina Sakir. It was a wonderful session. I really enjoyed it. Thank you very much. താങ്ക് യു സാർ. ആർക്കെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഞാൻ വിളിക്കാം. ജോസഫ് ജോൺ സാറിനെ ഒന്ന് വിളിക്കട്ടെ. ആർക്കെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിച്ചോളാം കേട്ടോ. ജോസഫ് സാർ. Thank you, Sav sir. Sarina madam, it was very wonderful. എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ അല്പം വൈകി എങ്കിലും ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്, വികാരങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും ഐക്യുവിനേക്കാളും പ്രാധാന്യം ഉണ്ട് EQ എന്നാണ് ഞാൻ കരുതുക. അപ്പോൾ അതിനെ വളരെ ഭംഗിയായിട്ട് കഥകളും അനുഭവങ്ങളും എല്ലാം കൂടെ കോർത്തിണക്കി അവതരിപ്പിച്ചത് വളരെ ആകർഷകമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു. ഞാനും കേട്ടോ, ഞാൻ അല്പം വൈകിയാണ് വന്നെങ്കിലും എല്ലാവരും പറഞ്ഞതുപോലെ ആ ഫ്ലുവൻസിയാണ്, ഒഴുക്കോടെയുള്ള സംഭാഷണം. അതിലെന്തെല്ലാമാണ് പറഞ്ഞു വരിക, എല്ലാ മുത്തുകളും പവിഴങ്ങളും ഒക്കെ കോർത്തിണക്കിയ ഒരു നല്ല മാല പോലെ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി അറിവുകൾ കിട്ടി, ഒത്തിരി അറിവുകൾ ലഭിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ശ്രദ്ധിച്ചത്, ഇതിപ്പം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും അല്ലേ, വളരെ മനോഹരമായിട്ടൊക്കെ പ്രസംഗിക്കാനൊക്കെ കഴിയും. പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് സറീനെ ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആക്കുന്നത്. അപ്പോൾ അത് ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്, ഏർപ്പെടുന്ന മേഖല ഏതാണ്, സ്കൂളോ ഗവൺമെന്റ് ആശുപത്രിയാണ്. ഗവൺമെന്റ് ആശുപത്രി. സോ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സാധുക്കളെ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് പരിചരിക്കാൻ പറ്റുന്ന, അതാണ് സ്നേഹവും സന്തോഷവും സ്മൈല് കൊടുത്തുകൊണ്ട് ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യം. ഇപ്പം അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെ പ്രകാശം പരത്തുക, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ, മറ്റുള്ളവരെയും കൂടി ഇപ്പോൾ ഇത്രയും പേര് എനിക്ക് തോന്നുന്നു സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞു. അവരിലൊരു എന്താ പറയുക, ഒരു മാർക്ക് ഉണ്ടാക്കാനായിട്ട് സറീന ഷക്കീർ എന്ന പ്രഭാഷകയ്ക്ക് നല്ല പ്രഭാഷണമായിരുന്നു കേട്ടോ. അത് പ്രഭാഷകയ്ക്ക് സാധിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു സാർ. സോയ മുഹമ്മദ് ഉണ്ടോ? സോയ, ഡോക്ടർ സോയ, അല്ലെങ്കിൽ ഷാജി സാർ റെഡി ആയിക്കോ. ഷാജി ജോർജ് സാർ. ഒരു സെക്കൻഡ്, സ്നേഹതമാം പറഞ്ഞോളൂ. വളരെ നന്നായിരുന്നു. കീറ്റ്സിന്റെ ഓട്ട് ടു ദ നൈറ്റിംഗേൽ ആ പോയാണ് എനിക്ക് ഓർമ്മ വന്നത്. മൈ ഹാർട്ട് ടേക്സ് ആൻഡ് എ ഡ്രൗസി നംനെസ് പെയിൻസ് മൈ സെൻസ് ആസ് ദോ ഓഫ് ഹെംലെക് ഐ ഹാഡ് ഡ്രങ്ക് ഓർ എംപ്റ്റീഡ് സം ഡൾ ഓപ്പിയേറ്റ് ഇൻ ദ വെയിൻസ്. അതുപോലെയുള്ള സന്തോഷം തോന്നി കീറ്റ്സിന് ആ നൈറ്റിംഗേലിൻ്റെ സോങ് കേൾക്കുമ്പോഴുള്ള സന്തോഷം. അത് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇത് പല പ്രാവശ്യം കേട്ട് വേണം എല്ലാം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഓക്കെ താങ്ക് യു. വളരെ നല്ല ഡോക്ടർ. ഞാൻ ആദ്യം കേട്ടോണ്ടിരുന്നു. വളരെ നല്ല രീതിയിൽ എന്താ പറയുക, അത്യുത്സാഹത്തോടുകൂടിയാണ് ഡോക്ടർ സംസാരിച്ചത്. ഈ എനർജി ഒന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നുമില്ല പറയാൻ. നല്ല സ്നേഹത്തിന്റെ രസതന്ത്രം കേട്ടു. ഫീലിങ്സിന്റെ രസതന്ത്രം മാത്രമല്ല, ഡോക്ടറെ ചിരിച്ച മുഖവും സ്നേഹത്തിന്റെ രസതന്ത്രവും അനുഭവിച്ചറിഞ്ഞു. താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു. ഷാജി സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഒരു നല്ല കഥ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം പറയുന്ന പോലെ അത് നല്ല നൈസർഗികമായ ഒഴുക്കോട് കൂടി അത് പറഞ്ഞു പോയത് ഒരു വളരെ അത്ഭുതകരമായ രീതി തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. അരിസ്റ്റോട്ടിൽ മുതൽ ഓസ്കാർ വൈൽഡ് വരെയും കീറ്റ്സ് മുതൽ മുരുകൻ കാട്ടാക്കട വരെയും ഒക്കെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ നൈസർഗികമായിട്ട്
അതൊരു ഇതിന്റെ ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ കയറ്റുന്നതല്ല, അത് തന്നെ വരുന്നതാണ്. സന്ദർഭം വരുമ്പോൾ തന്നെ മനസ്സിൽ വിരിഞ്ഞു വരുന്ന ഒരു ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇരുന്ന് പറഞ്ഞ തീരാത്ത കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു. പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. ശരിക്കും ഗ്രേറ്റ് ഐഡിയാസ് ആൻഡ് ഗ്രേറ്റ് ഇൻഫർമേഷൻ ഇൻ എ വെരി സിമ്പിൾ വേ, അതാണ് അതിന്റെ പ്രത്യേകത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിനകത്ത് അതിന്റെ ആ ഒരു ശാസ്ത്രീയതയുടെ ഒരു ഒരു വരണ്ട അവസ്ഥയൊന്നും ഇല്ലാതെ തന്നെ വളരെ മനോഹരമായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ആ സന്ദർഭം പറഞ്ഞു കഴിയുമ്പോൾ അത് മറക്കില്ല. നമ്മൾ ഒരു തീരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മറന്നു പോകും. പക്ഷെ ആ സന്ദർഭം അനുസരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അത് മറക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ പറഞ്ഞു. മാഡം തൊടുപുഴയാണോ വർക്ക് ചെയ്യുന്നത്? ഞാന് കഞ്ഞിക്കുഴി ഹൈറേഞ്ച് ഭാഗത്താണ് വർക്ക് ചെയ്യണത്. അവിടെ കഞ്ഞിക്കുഴിയാണല്ലേ? ഫാർമസിസ്റ്റ് ആണ് അവിടെ. അത് ശരി, ഗവൺമെന്റ് ഹോസ്പിറ്റലില്. ശരി. അപ്പൊ വീട് എവിടെയാ? വീട് തൊടുപുഴ ഉടുമ്പന്നൂര്. എന്റെ വീട് ഇവിടെ വാഴക്കുളം, മൂവാറ്റുപുഴ വാഴക്കുളം. അതാ പഠിപ്പിച്ചത് അവിടെ പെരുമ്പാവൂര് ചാലക്കലായിരുന്നു. ഞാന് ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. ശരി. പ്രൊഫഷൻ മാറിയതേ ഉള്ളൂ. കൊള്ളാം. എന്തായാലും ടീച്ചറിന്റെ ക്വാളിറ്റി ഉണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുടെ ആ ഒരു എമ്പതി ഉണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവസ്ഥ നമുക്കും അറിയാം. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത തിരക്കും ബഹളവും ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയത്തില്ലാത്ത ആളുകളും കൺഫ്യൂഷനും ഒക്കെയാണ്. അവിടെയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി വന്നിട്ടുണ്ട്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന പോലെയല്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓവർലോഡും അതൊരു ഭയങ്കര കൂടുതലാണ്, വർക്ക് ലോഡ് ഒത്തിരി കൂടുതലുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം. നല്ല കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ജീവിതത്തിൽ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം. ഫാർമസിസ്റ്റ് ആണല്ലേ? ഫാർമസിസ്റ്റ് ആണല്ലേ? ഫാർമസിസ്റ്റ് അതാണ് ഈ രസതന്ത്രം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ഫാർമസിസ്റ്റ് ആണ് ഔദ്യോഗിക പ്രൊഫഷൻ. ഇപ്പൊ ഫാർമസിസ്റ്റാണ്. പക്ഷെ എന്റെ പാഷനും ഞാൻ വർക്ക് ചെയ്ത് 20 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തത് അധ്യാപികയായിട്ടാണ്. ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. പിന്നെ ഏതായിരുന്നു വിഷയം ഏതായിരുന്നു? വിഷയം ഞാൻ ഒരുപാട് പഠിച്ചു. ഇങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞു. ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് പൊളിറ്റിക്സ് ആയിരുന്നു, എക്കണോമിക്സ്. പിന്നെ 8 വർഷത്തെ 2013 ഓൺവേർഡ്സ് കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ ട്രെയിനറാണ്. 1000-ഓളം സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ അങ്ങോളം. പിന്നെ പഠിച്ചത് വീണ്ടും ഫാർമസി ഞാൻ പിന്നെ പോയി എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ട് ഞാൻ പോയി പഠിക്കുകയോ ചെയ്തത്. അതാണ് ഒരു അനാട്ടമിക്കൽ ഫിസിയോളജിക്കൽ സൈഡിലേക്ക് വന്നത്. പല ഇതിൽ പഠിച്ചു. ഇപ്പൊ സൈക്കോളജിയിലേക്ക് പതുക്കെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് EQ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആവശ്യമുള്ള കാര്യമാണല്ലോ. അതാണ് നല്ല രീതിയിൽ പലതിലൂടെ കടന്നു വന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ബാബു സാർ എത്തിയിട്ടുണ്ട്. ബാബു തോമസ് സാറിന് കേൾക്കാവോ? ബാബു സാറിന് കേൾക്കാമോ? കണക്റ്റഡ് ആയിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ രാധാമണിമ പറയും. രാധാമണിമ കേൾക്കുന്നില്ല? ഓക്കെ, പറയും. ഞാൻ ആക്ച്വലി ലാസ്റ്റ് മൊമെന്റിലാണ് എത്തിയത്. തിരക്കിലായിരുന്നു, ക്ലാസ് കേട്ടില്ല. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു കോട്ടയംകാരുടെ ടച്ചാണ് തോന്നിയത്. ആ ഫ്ലോ, ആ സ്പീഡിലുള്ള ഒരു പോക്ക്. ഇപ്പൊ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ട്രിവാൻഡ്രക്കാർക്ക് ആർക്കും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. കോട്ടയം സ്റ്റൈലാണ് നമ്മൾ ഈ ഫ്ലോയിൽ പോകാറുള്ളത്. എപ്പോഴും ആ ഒരു മൂഡിലാണ് പോകുന്നത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ സെറീനയുടെ വാചകം അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് വളരെ അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. നമ്മൾ ദേഷ്യത്തിനെ വിത്ത്ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ട് പൊട്ടിത്തെറിക്കും. അതിന് പകരം നമ്മളതിനെ ഒന്നുകിൽ നമ്മൾക്കതിനെ ഒരു സോഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആ പിക്ചറിൽ പറഞ്ഞ പോലെ വേറെ എവിടെയെങ്കിലും നമ്മൾ അതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. അപ്പോഴേ നമുക്ക് പോകണ്ടു. ഒരിക്കലും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് അത് പല അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് പറഞ്ഞ് വളരെ ഇതാണ്. വളരെ അതുപോലെ തന്നെ പാട്ടൊക്കെ പാടുന്നത് എത്ര സുന്ദരമായിട്ടാണ്. എല്ലാ സകലകലാ വല്ലഭ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കുട്ടിയെ വിളിക്കാം. അപ്പോൾ വളരെ നന്ദിയുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല സെഷൻ. ലാസ്റ്റ് മൊമെന്റ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്, എങ്കിലും വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ദെൻ വിജയരാമൻ സാർ, റോയ് സാർ, പത്മ മാം. വിജയരാമൻ സാർ പറയും. ഞാൻ ഈ ഇമോഷണൽ ഇന്റലിജൻസ് വർക്ക് പ്ലേസ് കൊണ്ട് ഡാനിയൽ ഗോൾഡ്മാന്റെ പുസ്തകം വായിച്ചിട്ട് അതിൽ രസം കയറിയിട്ട് ഇപ്പൊ ഈ പുള്ളിയുടെ ബേസിക് പുസ്തകം ഇമോഷണൽ ഇന്റലിജൻസ് അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് ഈ ഇതിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോ ഫീലിങ്സിന്
അപ്പൊ ഈ മാം ശരിക്കും അതങ്ങ് വളരെ സിമ്പിൾ, ഇതൊക്കെ വളരെ ജാർഗണൊക്കെ ഇട്ടിട്ട് ഇതായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, നമ്മളാകെ കുഴക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ മാം അത് വളരെയധികം ലാഘവത്തോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് പറഞ്ഞത്. പക്ഷെ മാം പറഞ്ഞാൽ ചിലത് ഒന്ന് രണ്ട് കാര്യത്തിലുള്ള വിയോജിപ്പിക്കലൊക്കെ പോകണ്ട. അതായത് ഈ സ്നേഹത്തിന്റെ കോമ്പിനേഷൻ പറഞ്ഞത് എനിക്ക് ദിലീപ് സിംഗിന്റെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ബുക്ക് ഉണ്ട്. അതിൽ സ്നേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്നേഹം, വിശ്വാസം, സ്നേഹത്തിന് ദുഃഖമില്ലേ, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. അതുപോലെ സ്നേഹത്തിന് ഇതേവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു സൈക്കോളജിസ്റ്റിനും. അപ്പോ ആ ഒരു കാര്യത്തിൽ ഒരു വിയോജിപ്പ്. അതർവൈസ് ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് ക്ലാസ്. വളരെ വളരെ നല്ലൊരു ക്ലാസ്. കീപ് ഇറ്റ് അപ്പ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻ ഈസ് കണ്ടേജിയസ് എന്നാണ്. വികാരങ്ങൾ പകർച്ചവ്യാധികളാണെന്ന് പറയുന്നു. അതൊക്കെ പക്ഷെ അതിലും വളരെ ഇതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വികാരങ്ങൾ, അതായത് പോസിറ്റീവ് വികാരങ്ങൾ ആണ് കൂടുതൽ പകരുന്നതെന്നാണ്. പകർച്ചവ്യാധി എന്നുള്ള നല്ല വികാരങ്ങളാണ് കൂടുതൽ ഡിപ്രഷനേക്കാളും പുഞ്ചിരിയാണ് കൂടുതൽ പകരുക എന്നാണ് ഇത് ഡാനിയൽ ഗോൾഡ്മാൻ പറയുന്നത്. അപ്പൊ ഈ മാമിന്റെ പുഞ്ചിരി, അതുപോലെ ആ എനർജറ്റിക് മൂഡ്, അതായിരുന്നു തുടർച്ചയായിട്ട് ഉടനീളം ക്ലാസ്സുകളിൽ. അപ്പൊ അത് എല്ലാവരിലേക്കും പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് ക്ലാസ്. ഓക്കെ, Thank you, sir. ഒരു ഓക്കെ, താങ്ക് യു സർ. റോയ് സർ. ദീർഘമായി വികാരങ്ങളുടെ രസതന്ത്രം അവതരിപ്പിച്ച സരീന സഫീർ മാഡത്തിന് അഭിനന്ദനങ്ങൾ. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ വികാരങ്ങളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വികാരങ്ങൾ പിടിച്ച് വച്ചാൽ പൊട്ടിത്തെറിക്കുമെന്നും കോപം വരാതെ സൂക്ഷിക്കുന്നതാണ്, വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പാടാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പ്രായോഗികമായി ചിന്തിക്കുന്നതിനുള്ള അവസരങ്ങൾ തന്നു. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ, എക്സാമ്പിൾസ് ഒക്കെ വളരെ സിമ്പിളായി, യാതൊരുവിധ ഇതുമില്ലാതെ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്ന മാഡത്തിന് വളരെ അധികം അഭിനന്ദനം. താങ്ക് യു മാഡം. ചെറിയ സാധാ ഉദാഹരണങ്ങളല്ല, നാടൻ ഉദാഹരണങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇനി ആരുള്ള? പത്മ മാം ഉണ്ടോ? ജോർജ് സാർ. യെസ്, പത്മ മാം പറഞ്ഞു. ഡോക്ടർ മനോഹർ ലാൽ സാർ പറഞ്ഞ പോലെ നമ്മളെ ഭരണഘടനാ മൂല്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടെന്ന് തുടങ്ങാൻ. ഏതായാലും ക്ലാസ്സിനെ പറ്റി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും വണ്ടർഫുള്ളായിട്ട്, അത്രയും ലളിതമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ്, പക്ഷേങ്കിൽ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനും പറ്റിയെന്നുള്ളതാണ് ആ കഴിവ്. നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. പക്ഷെ ആ കഴിവ്, ആ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് മാഡത്തിന് തീർച്ചയായിട്ടുണ്ട്. അതിൽ കീപ്പ് ഇറ്റ് അപ്പ്, ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഈ നവരസങ്ങൾ എന്നെല്ലാം പറയല്ലോ, കെമിസ്ട്രിയിലും രസം എന്നുള്ളത് അങ്ങനെയും വായിക്കാമല്ലോ. നമ്മൾ കഥകളിയിലും ഡാൻസിലെല്ലാം പറയുന്ന നവരസങ്ങൾ, അത് ഞാൻ ഓർമ്മിച്ചു കേട്ടപ്പോൾ. പിന്നെ ദയാബായിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അവർ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കാൻ മാഡത്തിൻ്റെ ക്ലാസ് കൊണ്ട് അവരെ കണ്ടിട്ടില്ലെങ്കിലും അവർക്കൊരു നമസ്കാരം പറയാൻ നമുക്ക് ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ വികാരം, സാഹചര്യത്തിനനുസരിച്ച് വികാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു സംസ്കാര സമ്പന്നരുടെ ലക്ഷണമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പ്രാകൃത മനുഷ്യരാണല്ലോ എന്നാ തോന്നുന്നത്, അപ്പോൾ അതങ്ങ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഒരു സംസ്കാര സമ്പന്നർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതൊരു ആവശ്യമാണ് സാധാരണ നമ്മളെ സാമൂഹ്യ ജീവിതത്തിൽ എന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ കൂടുതൽ ഇപ്പം സന്യാസിമാരെ കൊണ്ട് പോലെ അത് നമ്മൾ കൂടുതൽ നിയന്ത്രിച്ചാൽ അതൊരു നിസ്സംഗത പോലെ തോന്നുമായിരിക്കും. അതും അത്ര നിയന്ത്രണം നമ്മളെ സാമൂഹിക ജീവിയായി ജീവിക്കുമ്പോൾ അത്ര അതും ആവശ്യമില്ല. അപ്പോൾ അതേടെ നിർത്തണം, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് അറിയേണ്ടതാണ്. അത് മാഡത്തിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട്
കിട്ടിയത്. ഈ പാശ്ചാത്യർ നമ്മളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അവര് പറയുന്ന അധികം പ്ലീസ് അല്ലെങ്കിൽ താങ്ക് യു, സോറി, ഇതെല്ലാം അവർ കണ്ടമാനം അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു രീതി നമുക്കും കൊണ്ടുവന്ന കുറേയൊക്കെ നമ്മളെ സംഭാഷണത്തിലും മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിയുള്ള ആ ഒരു ദേഷ്യമോ ഇതെല്ലാം കുറയാൻ ഇടയാക്കുന്ന തോന്നുന്നു. പിന്നെ ചിരിക്കുന്നത് മാഡം പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നുന്നു. നമ്മളെ സ്ത്രീകളെ പണ്ടേ എല്ലാവരോടും ചിരിക്കരുത് എന്നാ പറയുക. അത് ആ സാമൂഹിക ജീവിതത്തിൽ അന്നത്തെ പഴയ രീതിയിൽ അതത് അവരെ മോശമായി ബാധിക്കുന്നു തോന്നുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു മാന്യതയുടെ ലക്ഷണമാണ് ഗൗരവം കാണിക്കുക. ആ ഒരു രീതിയിലെല്ലാം നമ്മൾ പണ്ടെല്ലാം അങ്ങനെ പഠിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിലൊരു സത്യസന്ധത ഉണ്ടായിരിക്കണമെന്ന് ആണ് മാത്രം എനിക്ക് പറയാൻ തോന്നുന്നത്. ഏതായാലും വളരെ നല്ല ക്ലാസ്. മാഡത്തിന്റെ ക്ലാസ് ഇനിയും പിന്നെ പുതിയ പുതിയ ഓരോ ഐഡിയാസ് ഇതെല്ലാം കൊണ്ട് ഇനിയും കേൾക്കാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മാം. ജോർജ് സാർ ഉണ്ടോ? ബാബു സാറിന് കേൾക്കാമോ? ജോർജ് സാർ ജോർജ് സാർ ഉണ്ട്. താങ്ക് യു സർ. ഹൈ സരീന മാം, കൺഗ്രാചുലേഷൻ. എന്ത് എത്ര അനുഗ്രഹകരമായ ഒരു ഭാഷാ ശൈലി സർവേശ്വരൻ തന്നിരിക്കുന്നു. വലിയ കേട്ടിട്ട് എത്ര സന്തോഷം. അങ്ങ് നമ്മളെങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. എന്തായാലും അതിഗംഭീരമായ അവതരണം, ഇത്ര ആകർഷകമായ ശൈലിയിൽ ഇത്ര വലിയ കാര്യം ഇത്ര നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് കൺഗ്രാചുലേഷൻ മാം, കൺഗ്രാചുലേഷൻ. അതോടൊപ്പം തന്നെ താങ്ക് യു തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കേട്ട ഒരാൾക്കും അതൊന്നോടെ കേട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഇരിക്കാത്തവരാരും ഈ വേദിയിൽ ഉണ്ടായി കാണില്ല. അത്ര മാത്രം എനിക്കും അതറിയണം, അതൊന്നോടെ കേൾക്കണം എന്ന് തോന്നുന്നവരാണ്. തീർച്ചയായിട്ടും സാബുസാർ തരാൻ കാത്തിരിക്കുന്നു. 2 വട്ടമെങ്കിലും കേൾക്കട്ടെ ഞാൻ അടുത്തിരിക്കും. തീർച്ചയായിട്ടും വളരെ നന്നായി, വളരെ നന്നായി. ഒത്തിരി സന്തോഷം. ഇനിയും വരണമേ, ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു. ഓക്കെ, ഉഷാമാം ഉണ്ടോ? ബാബു സാർ വീണ്ടും വന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഉഷാമാം ഒരു നന്ദിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണേ. തീർച്ചയായിട്ടും സാർ. നന്ദി എന്ന 2 അക്ഷരം കൊണ്ട് ഒതുങ്ങുന്നതല്ല സെറീന മാം ഇന്ന് ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ചത്. ഈ ഒരു സായാഹ്നത്തിന്റെ മനോഹാരിത അത്രയേറെ വലുതായിരുന്നു. കാരണം ഇത് നമ്മുടെ കെമിസ്ട്രി ഓഫ് ഫീലിംഗ്, എന്താണ് നമ്മുടെ വികാരങ്ങളുടെ രസതന്ത്രം എന്ന എത്ര മനോഹരമായിട്ടാണ്, മനോഹരമായ അപ്പിയറൻസ് പോലെ തന്നെ വാക്കുകളിൽ ഒതുങ്ങാത്ത ലാളിത്യം, സമാനതകളില്ലാത്ത ഒരു ഉപമകള് ഒക്കെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കോട്ടയം ജില്ലയുടെ ഉണർവിന്റെ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര നിമിഷമാകുന്നു. സെറീന മാം അത്ര മനോഹരമായിട്ടാണ് ഈ സെഷൻ ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേരിലേക്ക് ഈ സെഷൻ എത്തട്ടെ. മാക്സിമം എല്ലാവരുടെയും കോണ്ടാക്ട്സിലേക്കും ഷെയർ ചെയ്യണം. യൂട്യൂബ് റെക്കോർഡ്സ് എല്ലാവരും കാണട്ടെ. നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ നമുക്ക് വളരെ ഒരു ബോധപൂർവം തന്നെ ശ്രമിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഒത്തിരി ദിവസം കൂടി കുറച്ച് ഒരു രീതിയിൽ ഇരിക്കുമായിരുന്നു. ഒത്തിരി സന്തോഷമുള്ള, ഇമോഷണലി ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയാം ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പ്രൊഫഷണൽ രംഗത്ത് അധ്യാപിക എന്നുള്ള രീതിയിൽ പോയി ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്നറിയാം. ഇനിയും ജീവിതത്തിൽ സൈക്കോളജി ആ ഏരിയയിലേക്ക് വരാൻ താല്പര്യം, പാഷൻ അതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രംഗത്തും വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട് ശോഭിക്കാനുള്ള ഒരു അവസരം ഈശ്വരൻ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. VCTയുടെ പേരിൽ, സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ പേരിലും കോട്ടയം ജില്ലയുടെ പേരിലും PCTയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സെറീന മാം. താങ്ക് യു മാം. ചിരിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പറഞ്ഞു.
ഒത്തിരി സന്തോഷമുണ്ട്. മനോഹരമായിട്ട് ചിരി, അതും ഒരു വലിയൊരു അനുഗ്രഹമാണ് ഈശ്വരന്റെ. അപ്പൊ അത് ഒക്കെ എന്നും നിലനിൽക്കട്ടെ. അനേകരിലേക്ക് ഈ പുഞ്ചിരി പ്രകാശം പരത്താൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ PCTA പ്രസിഡന്റ് ഇവിടെയുണ്ട്. അത് മറ്റും അംഗങ്ങൾ എല്ലാവരും തന്നെയുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാം ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറ്, കോട്ടയം ജില്ലാ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകളും നേരുന്നു. നല്ലൊരു ശുഭരാത്രി. താങ്ക് യു. സെറീന എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു. സാറേ, ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടേക്ക് ഒരു അവസരം, ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത് ശോഭന മാം വഴിയാണ് കേട്ടോ. ടീച്ചറാണ് എനിക്ക് ഇതിലേക്ക് ഒരു അവസരം തന്നത്. ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, സെറീന ആഡ് ആകുന്നുണ്ടോ, ജോയിൻ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു. മാമിനെ ഞാൻ ആ ടീച്ചറെ, എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ടീച്ചർ, സൈക്കോതെറാപ്പിയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. ടീച്ചർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ടീച്ചറിന് ഒരു ഹൃദയം ടീച്ചർ നിറഞ്ഞ ഉണ്ടായിരുന്നു വന്നിരുന്നു, പക്ഷെ പോയി. ഉണ്ട്. ആ ഹൃദയം നിറഞ്ഞ ഒരു നന്ദിയുണ്ട്. പിന്നെ എന്നെ കേട്ടതേ ഒന്ന് എനിക്ക് ഈ അവസരം തന്ന സാബു സാറിനും, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് പല പല പിന്നാമ്പുറ ഓർമ്മകളിലോട്ട് എന്നെ കൊണ്ടുപോവാണ്. എൻ്റെ കോളേജ് ലൈഫിലും ഒക്കെ തലയിൽ കൈവച്ച് ഒരുപാട് ആളുകൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, എൻ്റെ 18ാമത്തെ വയസ്സിൽ പ്രഭാഷക എന്ന നിലയ്ക്ക് ഞാൻ ഇറങ്ങിയതാണ്. അന്ന് മുതലേ കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഞാൻ ഓർക്കും, ഇതൊക്കെ എന്തായിരിക്കാം, ഇതിനൊക്കെ ഒരു തെളിവുണ്ടായിരിക്കും, ഇതിനൊക്കെ ഒരു മികവുണ്ടായിരിക്കുമല്ലോ എന്ന് ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്. അവസാനം ഗവർണറുടെ ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സാഹിത്യ വൈജ്ഞാനിക മേഖലകളിൽ ക്ലാസ് എടുക്കാൻ ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. ഞാൻ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചായിരുന്നു മിനിസ്റ്ററുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ അതുവഴിയാണ് എനിക്ക് ഗവർണറുടെ ഒരു ഓർഡർ ഒക്കെ കിട്ടിയത്. അപ്പൊ ഞാൻ ഓർക്കണു, ഇതൊരു പ്രതീക്ഷയുടെ നാമ്പായിരിക്കും എന്നൊരു ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാത്തിനും നന്ദി സാറേ. ഓക്കെ, തീർച്ചയായും അത് നമ്മുടെ റിസോഴ്സ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന റിസോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ചുറ്റുപാടുകളുണ്ട്. ഈ വർഷം തന്നെ ഒരു വലിയൊരു അനുഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഇടുക്കി ജില്ലാ ഹോമിയോപ്പതിയുടെ ഭാഗമായിട്ട് മലയാള ഭാഷാ പ്രഭാഷകയാണ് ഞാൻ. ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ ഒരു വലിയ ഒരു വഴിത്തിരിവായിരുന്നു അത്. വേറൊരു പ്രഭാഷണം കേട്ടിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അവരുടെ പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട് ഇടുക്കി ജില്ലയുടെ പ്രതിനിധിയായിട്ട് ക്ഷണിച്ചു. അതൊക്കെ പറയുമ്പോൾ എത്ര ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. തീർച്ചയായിട്ടും PCTA വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് വേണം അല്ലേ. നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണല്ലോ നമ്മുടെ കടമയെ തന്നെയാണല്ലോ. അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് നമ്മുടെ PCTA ഉദ്ദേശം തന്നെ. അത് ഞങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബാബു സാറേ. ഇനിയും ഇതുപോലുള്ള ആളുകൾ കടന്നു വരട്ടെ. താങ്ക് യു സാറേ. ഇനി സെഷൻസ് റെഡിയാക്കി കൊടുക്കുക, കാരണം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമല്ലോ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾ, സെറീന ഇങ്ങോട്ടാണ് ചോദിച്ചത്, ഞാൻ അങ്ങോട്ട് പല പ്രാവശ്യം ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ചെയ്തെങ്കിൽ പോലും. ശോഭന ടീച്ചർ എനിക്ക് ധൈര്യം തരുമായിരുന്നു ചെയ്തത്. എന്നാ സെറീന ഒന്ന് ചോദിക്ക്, നല്ല ക്ലാസ് അല്ലേ ഒന്ന് ചോദിക്കുന്നത്. കാരണം സൈക്കോതെറാപ്പിയിലെ കൗൺസിലിംഗ് സെഷനിൽ എനിക്ക് കിട്ടിയത് ടീച്ചറാണ് എൻ്റെ ജീവിതകഥ മുഴുവനും കേട്ടത്. അതൊരു വല്ലാത്തൊരു ജീവിതകഥയാണ്. ഓർഫനേജിലാണ് പഠിച്ചത്. ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാമിൽ വരാനായിട്ട് ഞങ്ങൾ PCTA പേരിൽ ഇൻവൈറ്റ് ചെയ്യാണ്. ഔദ്യോഗികമായിട്ട് തന്നെ അല്ലേ സാബു സാറേ. നമുക്ക് ഞായറാഴ്ചകളിൽ 4:30 ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് സാബു സാറ് തന്നെയാണ് അതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ. അപ്പൊ ആ സെഷനിലേക്കൊക്കെ തീർച്ചയായിട്ടും വരണം. താങ്ക് യു. സെറീന അന്വേഷിക്കുന്നുണ്ട് അതോ? അല്ല, സെറീന അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ടീച്ചറെ വിളിക്കായിരുന്നു, ടീച്ചർക്ക് പനിയാ, അതുകൊണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു തീർച്ചയായും വളരെ സന്തോഷം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.